നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സർവ പ്രതീക്ഷയും കുത്തിപ്പൊട്ടിച്ച കേരളത്തെ സമ്പൂർണമായി അവഗണിച്ച കേന്ദ്ര ബജറ്റ് ശരിക്കും വെട്ടിലാക്കിയത് കേരള BJP നേതാക്കളെയാണ്. ഇക്കുറി എന്തായാലും വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഈ നേതാക്കൾ. തെരഞ്ഞെടുപ്പ് ഫലം കാണുന്ന മാതൃകയിൽ നേതാക്കളെല്ലാം BJP ആസ്ഥാനത്തെത്തി മാധ്യമങ്ങളെയും മുൻകൂട്ടി വിവരമറിയിച്ചു. വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് തുടക്കം കുറിക്കാം എന്നെല്ലാമായിരുന്നു കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക. ഒടുവിൽ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന അവസ്ഥയിലായി നേതാക്കൾ. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് അവതരണം കഴിഞ്ഞതോടെ ശരിക്കും പെട്ടുപോയി. മാധ്യമങ്ങളെ വിളിച്ചറിയിച്ചതുമാണ്. ഒടുവിൽ കേന്ദ്രം പദ്ധതി പ്രഖ്യാപിച്ചാലും നടപ്പാക്കാനുള്ള തുക കേരളത്തിന് ഇല്ലല്ലോ, തൻ്റെ പൊട്ട മലയാളം നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണോ തുടങ്ങിയ ആർക്കും ദഹിക്കാൻ കഴിയാത്ത ചില ന്യായീകരണങ്ങൾ തട്ടി രാജീവ് ചന്ദ്രശേഖർ രക്ഷപ്പെടുകയായിരുന്നു. എന്നാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രത്തിലാദ്യമായി ഭരണം കിട്ടിയതല്ലേ, വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ, കഴിഞ്ഞ തവണ ബീഹാറിന് നൽകിയത്ര ഇല്ലെങ്കിലും കേരളത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഇക്കുറി എന്തായാലും ഉണ്ടാകുമെന്ന നേതാക്കളുടെ ഉറച്ച പ്രതീക്ഷയാണ് 8 നിലയിൽ പൊട്ടിയത്. എയിംസ് വരും, എന്തോ ഒരു പ്രത്യേക തരം മോനെ എന്നൊക്കെ വെച്ചുകാച്ചിയ കേന്ദ്രമന്ത്രി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറിലാണ്. BJP കേരള നേതാക്കൾ ഇനി എന്ത് വിശദീകരണമാകും ഇതിന് നൽകുക? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മുഹമ്മദ്, കേരളത്തിലെ BJP നേതാക്കളാണ് ശരിക്കും യഥാർത്ഥത്തിൽ പെട്ടുപോയത്. അവരിന്നലെ BJP ആസ്ഥാനത്ത് പ്രത്യേകമായി വന്ന് തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ കാണുന്ന മാതൃകയിൽ വന്നിരുന്ന എല്ലാവരും കൂടി രാജീവ് ചന്ദ്രശേഖറും തിരുവനന്തപുരം മേയറും ഡെപ്യൂട്ടി മേയറും വി മുരളീധരനും അടക്കമുള്ള നേതാക്കളെല്ലാം നിന്നു ബജറ്റ് കാണുന്നു. ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ വന്ന് മാധ്യമങ്ങളെ കണ്ടോ BJP എന്തെല്ലാം കേരളത്തിന് വേണ്ടി പരിഗണിച്ചു എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. എന്താവും ശരിക്കും കേരളത്തെ ഈ കേന്ദ്ര സർക്കാർ ഈ ബജറ്റിൽ അവഗണിക്കാൻ കാരണം? കിരൺ സാറേ, നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. അപ്പോ വെട്ടിലായി എന്നുള്ളത് ഇപ്പൊ അവിടെ എഴുതി കണ്ടു. അപ്പൊ ശരിക്കും പറഞ്ഞ ആഴ്ചകൾ വളരെ മോശത്തിലായി. കാരണം ഇവിടെ 2 മന്ത്രിമാരും വേറുള്ളതും പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനും എല്ലാം പാടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു ബഡ്ജറ്റ് അവതരണം ഞമ്മ മേടം അവതരിപ്പിച്ചിട്ട് കേരളം എന്ന് പറഞ്ഞ മലയാള രാജ്യം ആ മേടം മറന്നുപോയത് വലിയൊരു സങ്കടമുണ്ട്. എല്ലാവർക്കും, ഞമ്മക്കും ഉണ്ട് സങ്കടം. നമ്മളെ ഇടതുപക്ഷ പാർട്ടിക്ക് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വസ്തു നിന്നില്ല. പിന്നെ എത്താണ് സാറേ ഈ കടലാമ എന്ന് പറഞ്ഞത്? അത് എനിക്ക് മനസ്സിലാകാണ്ട് ചോദിക്കുക. വേറെ ഒരു വസ്തു പറഞ്ഞിട്ടില്ല, ഒരു കാര്യമല്ല. ഇവിടേക്കുള്ള ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ എന്നും പറയാറുള്ളത്, ആ ചൂരന്മാരെയും വേറുള്ളടത്തും മറ്റും മറിച്ചൊക്കെ തെരഞ്ഞ പൈസയും ഒന്നും തരാതെ ഇത്തരി മോശപ്പെട്ട ഒരു ബഡ്ജറ്റ്. ഞങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നാണ്. ശ്രീ ശിവദാസൻ, യഥാർത്ഥത്തിൽ കേരളത്തിന് ഇത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഉറപ്പായും പ്രഖ്യാപനങ്ങൾ കാണും. പ്രധാനമന്ത്രിയൊക്കെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ വിജയം ആഘോഷിക്കാൻ വേണ്ടി എത്തിയതല്ലേ? അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയിലാണ് BJP നേതാക്കൾ നിന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ വെട്ടിലായി പോയത്, ജനങ്ങളോട് എന്തു പറയും എന്നുള്ള അവസ്ഥയിൽ ആയിപ്പോയത് കേരള BJP നേതാക്കൾ തന്നെയല്ലേ? പറഞ്ഞോളൂ. എന്താ പറയാ, മുഖ്യ പ്രധാനമന്ത്രി ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് തൃശ്ശൂർ ഒരു MP കിട്ടി, ഇവിടെ എന്തിനൊക്കെ കൊണ്ടുവന്നുള്ളത് പച്ച തെറി വിളിച്ചു. സാറ് അവർക്കെന്നറിയാം കേരളത്തിൽ അക്കൗണ്ട് ഉറക്കൂല, ഒരു സീറ്റ് പോലും MLA സ്ഥാനം കേരളത്തിൽ കിട്ടൂല എന്ന് വ്യക്തമായി BJPക്ക് BJP ഗവൺമെന്റിന് എന്തെന്നറിയാം. അവര് കൊടുക്കൂല, ആർക്കൊരു കൊടുത്തെന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യില്ല. പിന്നെ ഇവിടെ നമ്മളെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതെന്ന് പറഞ്ഞാല് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി ചെയ്തതല്ല, അത് അവരെ സീറ്റ് ചെയ്തതിന്റെ ഒരു പ്രതിഫലമാണ്. അതാണ് ബാധിച്ചത്. 1% LDF-നാണ് കൂടുതൽ അവിടെ, അത് BJP LDF അല്ല. അതുകൊണ്ടാണ് ഇത് തട്ടിപ്പാണ് ജനങ്ങൾക്ക് മൊത്തമായ. പിന്നെ ആമ കൊടുത്തെന്ന് പറഞ്ഞാല് ആ മേടം കൊടുത്ത് ആമ വളർത്തി മുട്ടയിട്ട് അതിന്റെ അകത്ത് കുഞ്ഞുണ്ടായി സ്വർണ്ണമാണ് വരുന്നത്. അതെടുത്ത് പൊട്ടിച്ച് കൊടുക്കണം. റെയിൽവേക്കും റെയിൽവേ പാതയ്ക്കും ജനം കൊടുക്കണമെന്നാണ്, കുറച്ച് കോപ്പറേറ്റ് കൊടുക്കണമെന്നാണ് ഒരു തീരുമാനം. അതാണ്. പക്ഷെ ഇത്രയും കേരളത്തിൽ പോലും മറന്നുകൊണ്ട് ഇന്ത്യ ഭൂപടത്തിലെ കേരളമില്ല എന്ന് കാണിച്ചുകൊണ്ട് വെളിച്ചറ്റ് അരിപ്പിച്ച ഈ മോദി, നമ്മളെ ഇന്ത്യൻ പ്രധാനമന്ത്രി, അദ്ദേഹം എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ ഭരണത്തിനനുസരിച്ച് ജനാധിപത്യ രീതിയിലുള്ള
നമ്മുടെ ജനാധിപത്യ രീതിയിലുള്ള കിട്ടേണ്ട അവകാശം അതുപോലും ഇന്ത്യക്ക് കേരളത്തിന് വേണ്ടി കൊടുത്തിട്ടില്ല. ഇന്ത്യ ഒട്ടാകെ ബഡ്ജറ്റ് ഉണ്ടാക്കി, ഇന്ത്യ ഒട്ടാകെ എന്ന് പറഞ്ഞു, മറ്റേ സ്റ്റേറ്റൊക്കെല്ലാം വാരി കോരി കൊടുത്തു. പിന്നെ വേറെ എന്തിനു വെച്ചല്ലോ, ധാതു എന്തിനു വെച്ചല്ലോ, അത് കുത്തക മുതലാളിമാർക്കുള്ള ഒരു ഏറ്റവും വലിയ ഒരു നേട്ടമാണ് അത്. പക്ഷേ BJP ഗവൺമെന്റ് ഇത്രയും ദ്രോഹിക്കുമെന്നും ഇത്രയും കേരളത്തോട് അവഗണന കാണിച്ചതിൽ നമ്മുടെ MP പറയണം, MP വ്യക്തമാക്കണം. ഏറ്റവും കൂടുതൽ കേരളത്തിൽ MP ഇരിക്കുന്നത് വ്യക്തമാണ്. ശ്രീ ജയരാജാണ് കാടാമ്പുഴയിൽ നിന്നാണ്. ശ്രീ ജയരാജ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ BJP നേതാക്കളാണോ ശരിക്കും ഇന്നലെ വെട്ടിലായി പോയത്? നമസ്കാരം കിരൺ സാർ. നമസ്കാരം. BJP നേതാക്കന്മാർക്ക് തലയിൽ മുണ്ടിട്ട് ഇപ്പം പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം കാണുന്നത്. കാരണം അതുപോലെയുള്ള വിടലാണ് അവർ ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ സമയം മുതൽ നടത്തിക്കൊണ്ടിരുന്നത്. പ്രധാനമന്ത്രി വന്ന് PV രാജേഷിന്റെ പ്രസ്താവനയൊക്കെ നമുക്കറിയാമല്ലോ. പ്രധാനമന്ത്രി വന്ന് ഒരു മുനിസിപ്പാലിറ്റി ഒരു കോർപ്പറേഷനിലേക്ക് ഒരുപാട് വികസനങ്ങൾ വിഭാവനം ചെയ്യുന്നതാണ് ആദ്യത്തെ ഡയലോഗ്. അത് അവിടുത്തെ ജനങ്ങൾ അത് കേട്ട് വിശ്വസിച്ച് BJPക്ക് വോട്ട് ചെയ്തു, അവർ അധികാരത്തിൽ വരികയും ചെയ്തു. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി വരികയും ചെയ്തു. പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടായില്ല. പിന്നെ പറഞ്ഞ നിങ്ങൾ ബജറ്റിൽ നോക്കിയോ, ബജറ്റിലേക്ക് കേരളത്തിലേക്ക് വാരിക്കോരി തരുമെന്ന് പറഞ്ഞു. അവസാനം ബജറ്റ് വന്നപ്പോൾ ആകെ എന്താ, രാമക്കുട്ടി മാത്രം. ആമക്കുട്ടി പണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നതാ. അതിന് കേരള സർക്കാർ അതിന് ഓരോ സ്ഥലങ്ങളിൽ അതിന്റെ കാര്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളും ഈ പയ്യോളിലടക്കം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഇവര് മനസ്സിൽ കാണുന്നതിന് മുമ്പ് കേരളം ഓരോ കാര്യങ്ങൾ വിഭാവനം ചെയ്തതാണ്. അവസാനം ഇപ്പൊ എന്തായി, ഒരക്ഷരം പോലും മിണ്ടാത്തൊരവസ്ഥയായി. ഒന്ന് ആലോചിച്ച് നോക്കിയ സാറേ, നമ്മുടെ കേരളം അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര മുന്നോട്ട് പോകേണ്ടതായിരുന്നു ഓരോ വികസന കാര്യം. താങ്കളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാണ്. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഘട്ടത്തിൽ പോലും, കഴിഞ്ഞ തവണ ബീഹാറിനൊക്കെ ആ മട്ടിൽ പ്രാധാന്യം നൽകിയതാണ്, അത് പിന്നെ BJP ജയിക്കേണ്ട ഒരു സംസ്ഥാനം, ഈ BJP കേന്ദ്ര നേതാക്കൾ കേരളത്തെ പൂർണ്ണമായും കൈവിട്ടു എന്നുകൂടി നമുക്ക് കണക്കാക്കാം? ശ്രീ പീതാംബരനാണ്. ശ്രീ പീതാംബരൻ, താങ്കൾ കേൾക്കാമോ? പറഞ്ഞോളൂ. പറയാം. അത് ശരിക്കും പറഞ്ഞാല് BJP ഇവിടെയുള്ള നേതാക്കന്മാർ, കേരളത്തിലെ നേതാക്കന്മാർ, സുരേഷ് ഗോപി മന്ത്രിയായാലും ജോർജ് കുര്യനായാലും ഓട് നടന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? വരുന്ന ഒരു സാധനത്തിന് വേണ്ടി അവിടെ വേണേ ഇവിടെ കൊണ്ടുവന്ന് അപ്പകഷത്തിന് വേണ്ടി തല്ലിപ്പിടിക്കുന്നു, അവർ തമ്മിലടിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വിളക്കത്തെ പ്രാണികളെ പോലെ, പറക്കുന്ന പ്രാണികളെ പോലെയുള്ള ഈ നേതാക്കന്മാരാ ഒന്ന് ഒതുക്കാനാണ് ഈ ബഡ്ജറ്റിൽ ശരിക്ക് കേരളത്തിന് അത്രയും തരാതെ നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ബഡ്ജറ്റ് വരേണ്ടത്. പ്രതിപക്ഷ പാർട്ടികളാണെങ്കിൽ കേരളത്തിന് വേണ്ടി ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ ഒരു സീറ്റിന് വേണ്ടി കിടന്ന് തമ്മിൽ തല്ലിപിടുത്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് നന്നായി വരട്ടെ എന്ന് ചെയ്തൊരു പണി കൂടിയാണ് നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റ് ഉള്ളതെന്നാണ് എന്റെ അഭിപ്രായം. അത് ഏറ്റവും കൂടുതൽ CPM-നെ സഹായിക്കും. തീർച്ചയായിട്ടും കേരളത്തിന് ഒരു തുടർ ഭരണം LDF-ന് കിട്ടുകയും ചെയ്യും. അത് മോദിക്ക് നല്ല വണ്ണം അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു പ്രശ്നത്തിലേക്ക്, സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. വെള്ളരിക്കുണ്ടിൽ സന്തോഷിലേക്ക് പോകുമ്പോൾ വളരെ വേഗത്തിൽ ചില YouTube കമൻറ്റുകൾ കൂടി വായിക്കാം. കമ്പിളിപ്പുതപ്പ് എന്ന് പറയുന്നു ഷിജു കിരിയത്ത്. മറ്റൊരാൾ പറയുന്നു ചാണകം 1 എന്നൊക്കെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. എന്താണ് എന്നാണ് ഉദ്ദേശിച്ചതെന്നറിയില്ല. 60 വർഷം UDF LDF മന്ത്രിമാരിവിടെ ഒരു എയിംസ് കൊണ്ടുവരാൻ സാധിച്ചില്ല. 1 വർഷമേ ആയുള്ളൂ BJP കേരളത്തിൽ സീറ്റ് പിടിച്ചിട്ട്. ഉടനെ എയിംസ് വേണം. 19 കോൺഗ്രസ് MP അവിടെ എന്തുണ്ടാക്കാനാണ് പോയത് എന്ന് ചോദിക്കുന്നു. ശ്രീ ചാണകമാണ് ചോദിക്കുന്നത്. ചാണകം പക്ഷേ 19 എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ആകെ കൂടി ഒരു സംശയാസ്പദമാണല്ലോ ചാണകം. ഇങ്ങനെ വ്യാജ പേരിലൊക്കെ എഴുതുമ്പോൾ ആ വ്യാജ പേര് ഇനി ഏത് പാർട്ടിക്കാരനാണ് എന്നുള്ളതിൻ്റെ കാര്യത്തിലൊക്കെ ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ. എന്തായാലും ചാണകത്തിൻ്റെ ബുദ്ധി ഒരു ലേശത്തിൽ പിന്നിലാണ്. സതി ബാബുരാജ് ചോദിക്കുന്നു, നമസ്കാരം കിരൺ, ഇൻ നിയറസ്റ്റ് ഇലക്ഷൻ ടൈം വിൽ പ്രൊക്ലൈംഡ് അമേസിംഗ് പ്രൊക്ലമേഷൻസ് എന്നൊക്കെയാണ് പറയുന്നത്. സതി ബാബുരാജാണ്. ശ്രീദേവി പറയുന്നു ബ്ലൂ പ്രിൻ്റ് ഇനിയും റെഡിയായില്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. ബ്ലൂ പ്രിൻ്റ് പറഞ്ഞ് അമ്പാടിച്ചിരിക്കുന്നു. എന്തായാലും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശരിക്കും നമ്മുടെ കേരളത്തിലെ BJP നേതാക്കൾക്ക് അങ്ങനെ ഒരു കേരളത്തിലൊരു ഉണ്ടാവും, വലിയ പ്രഖ്യാപനം ഉണ്ടാവും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ, അല്ലേ? പറഞ്ഞോളൂ. കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഈ ബജറ്റ്. എയിംസ് ഇല്ല, അതിവേഗമില്ല, വിഴിഞ്ഞമില്ല, തേങ്ങയ്ക്കും ആമയ്ക്കും മാത്രം ആനുകൂല്യം.
ഇതാണോ കേന്ദ്ര ബജറ്റ്? കേരള ഇന്ത്യയിലല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇപ്രാവശ്യം BJPക്ക് ഒരൊറ്റ സീറ്റ് പോലും കിട്ടില്ല. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. കേരളത്തോട് ഇതുപോലെ ഒരു ശത്രുതാ മനോഭാവം വെച്ച കാലം ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ജനങ്ങൾ തിരിച്ചറിയണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത്ര മാത്രം. ഓക്കെ, ശരി, ഞങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്ന് പ്രതികരിച്ചത്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, കേരളത്തിൽ എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു ഘട്ടമായിട്ട് പോലും കേരളത്തിന് അങ്ങനെ ഒരു പരിഗണന ഈ കേന്ദ്ര ബജറ്റിൽ ഇല്ലാതെ പോയത്? ഹലോ, നമസ്കാരം. സമയം തരുമോ? നമസ്കാരം, പറഞ്ഞോളൂ. സമയം തരുമോ? സമയമുണ്ടല്ലോ, പറഞ്ഞോളൂ. ഇവിടെ അല്ല, എന്താ പറയാ, ഇവിടെ ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞത് ഞാൻ കേട്ടു. നേരത്തെ പറഞ്ഞൊരു ഇതിന്റെ തൊട്ട് മുന്നേ സംസാരിച്ച ഒരാളുകൾക്ക് ഒറ്റ സീറ്റ് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടില്ല. ഇപ്പൊ പറയുമ്പോ തന്നെ എനിക്ക് കിരൺ അറിയാം, ഞാൻ BJP തീർച്ചയായിട്ടും. പക്ഷെ ഇതിനൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 2 മിനിറ്റ് സമയം തരണം. പറഞ്ഞോളൂ താങ്കൾ. ഓക്കെ. ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടാണോ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്? തെരഞ്ഞെടുപ്പ് കണ്ടിട്ട് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന പരിപാടി BJPക്ക് ഇല്ലാതെ തൽക്കാലം ഇങ്ങനെ തരണ്ടി കൊടുക്കുന്ന എന്താ പറയാ. ശ്രീ ഗോപകുമാർ, അപ്പോൾ ചെറിയൊരു സംശയം കൂടി അതിനിടയ്ക്ക്, ഈ കഴിഞ്ഞ വർഷമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുന്നോടിയായി നടന്ന ബജറ്റ് അവതരണത്തിൽ നിർമ്മലാ സീതാരാമൻ 11 തവണയാണ് ബീഹാറിന് വേണ്ടി ബീഹാർ എന്ന വാക്ക് ഉച്ചരിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു. ബീഹാറിന് വേണ്ടി വാരിക്കോരി കൊടുത്ത ഒരു ബജറ്റായിരുന്നു കഴിഞ്ഞ തവണ. അത് എന്താണ് അപ്പോൾ അന്നേരം തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പില്ല എന്ന് പറയുന്നത്? അതാ എനിക്കറിയാം കിരൺ, അത് വെച്ച് ഇന്ന് തന്നെ പറയാൻ പോകുന്നത്. ഞാൻ അതാണ് കിരൺ പറഞ്ഞതിന് മുന്നേ തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് പറഞ്ഞത് സാറേ. അതായത് ഇവിടെ സുരേഷ് ഗോപി ഇപ്പൊ മെയിനായിട്ട് കേരളത്തിന് പറയാനുള്ള 2 കാര്യം, അതായത് ഓപ്പോസിഷൻ പാർട്ടികൾക്ക്, കേരളത്തിനൊന്നും പറയുന്നില്ല ഞാൻ, അല്ലെങ്കിൽ ന്യൂസ് 18 കിരൺ അടക്കം അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ പറയും അത് സുരേഷ് ഗോപി എയിംസ് കൊണ്ടുവരാന്ന് പറഞ്ഞു, അവിടെ സംസാരിച്ചു, ഇവിടെ സംസാരിച്ചു, എയിംസ് ഇവിടെ വരും അവിടെ വരും. ഇതാണ് മെയിനായിട്ട് പ്രോബ്ലം പറയുന്നത്. പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടോ 2026 ബഡ്ജറ്റ് പാസ്സാക്കുമ്പോൾ ഞാനിവിടെ എയിംസ് പാസ്സാക്കി തരും? പറഞ്ഞിട്ടുണ്ടോ? അയാളുടെ 5 കൊല്ലത്തെ ടൈമിന്റെ ഉള്ളിലാണ് പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപി അതിലും കടത്തേക്കാണ് പറഞ്ഞത്. എയിംസ് വരും എന്തോ ഒരു തരം മോനെ എന്നൊക്കെയാണ്. സാധാരണ ഒരു കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ ഒരു MPയോ MLAയോ ഒന്നും പറയാൻ കഴിയാത്ത മോശപ്പെട്ട ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. കിരണെ സംസാരിക്കട്ടെ, അതാ ഞാൻ പറഞ്ഞ ഇടയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല എന്ന്. അതായത് സുരേഷ് ഗോപി പറഞ്ഞത് തീർച്ചയായിട്ടും എനിക്കറിയാം. അത് എന്റെ ആ വാക്ക് നമ്മൾ ഈ മറ്റേ ചാനലിൽ കൂടെ പറയേണ്ട കാര്യമില്ലല്ലോ. സുരേഷ് ഗോപി ഒരു MP ആയി എന്നുള്ള നിലയ്ക്ക് ആ വാക്ക് വാങ്ങിച്ച് അവോയ്ഡ് ചെയ്യാൻ വരുന്ന അങ്ങനെ ഒരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും. പക്ഷെ അയാളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കുറച്ചൊക്കെ. അതിരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞത്, സുരേഷ് ഗോപി എന്ന വ്യക്തി പറഞ്ഞത് കേരളത്തിൽ എയിംസ് കൊണ്ടുവരും 5 വർഷത്തിനിടയ്ക്ക്. 5 വർഷമാണ് അയാൾ നാളെ രാജിവെക്കാൻ പോകുന്നില്ല. മന്ത്രിസ്ഥാനം രാജിവെക്കാനും MP സ്ഥാനം ഇല്ല. 5 കൊല്ലം അയാൾ തൃശ്ശൂരിന്റെ MP തന്നെയാണ്. കൊണ്ടുവരാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനല്ലാതെ ഈ നേരത്തെ പ്രസംഗിച്ച ആൾക്കാർക്ക് ആരൊക്കെങ്കിലും സംസാരിച്ച് ഉറപ്പ് പറയാൻ പറ്റുമോ? സുരേഷ് ഗോപി അങ്ങനെയല്ല ഈ 2026 എയിംസ് കേരളത്തിൽ കൊണ്ടുവരും പറഞ്ഞു ആരൊക്കെയും കിരൺ സാറിന് പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ ആ ചപ്പടാച്ചി അവിടെ നിൽക്കട്ടെ. പിന്നെ എയിംസിന് വേണ്ടി സ്ഥല ഏറ്റെടുപ്പ് നടത്തി കൊടുക്കേണ്ട ബാധ്യത കേരള ഗവൺമെന്റാണ്. അത് ക്ലിയർ ആയിട്ടില്ല ഇന്നും എന്നാണ് എന്റെ ബോധ്യം. ശരി, എന്തായാലും കിനാലൂർ അവിടെ സ്ഥലമൊക്കെ ഏറ്റെടുപ്പിനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു. ഓരോ ദിവസവും സുരേഷ് ഗോപി ഓരോരോ സ്ഥലം പറയും. ആദ്യം ഒരു പ്രഖ്യാപിച്ചിട്ടല്ലേ കേരളത്തിനോട് പ്രഖ്യാപിക്കും നിങ്ങൾ സ്ഥലം കണ്ടെത്തൂ, സ്ഥലം കണ്ടെത്തി തരില്ല എന്ന് പറഞ്ഞാൽ അന്നേരം സ്ഥലം കണ്ടെത്തി തന്നില്ലെങ്കിൽ അന്നേരം കേന്ദ്ര സർക്കാരിന് പിൻവലിക്കാമല്ലോ. അങ്ങനെ എത്രയോ പദ്ധതികൾ പിൻവലിച്ചിരിക്കുന്നു. രണ്ട് കാര്യം പറഞ്ഞതിൽ ഒരു കാര്യം, 2 കാര്യം പറഞ്ഞാൽ എയിംസ് ആണ് മെയിനായിട്ട് ഒരു കാര്യം. എയിംസ് ആണ്. പിന്നെ ട്രെയിനിന്റെ കാര്യത്തിൽ 7 ഇടനാഴി കൂടെ വിടുന്നുണ്ട് ട്രെയിന്. നമുക്ക് ഒരു കേരളത്തിനൊന്നും കിട്ടിയില്ല എന്നാ പറയുന്നത്. കേരളത്തിന് 2 വന്ദേ ഭാരത്, 3 അമൃത് ഭാരത്, തൃശ്ശൂർ എല്ലാ സംസ്ഥാനത്തിനും കൊടുത്ത ട്രെയിനുകൾ ഇപ്പോൾ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നല്ലോ, അല്ലാതെ എല്ലാ സംസ്ഥാനത്തിനും. ഞാൻ ചോദിക്കാൻ കിരൺ സാർ അതാണ് ചോദിക്കുന്നത്. ഞാൻ അത് ചോദിക്കാം, ബഡ്ജറ്റിൽ പറഞ്ഞിട്ടാണോ ഈ ട്രെയിൻ കൊടുത്തത്? മറ്റ് സ്ഥലങ്ങളിലൊക്കെ സ്പീഡ് റെയിൽ കോറിഡോർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചാണ് നടപ്പാക്കുക. ഒരു ട്രെയിൻ തരുന്ന പോലെ അല്ലല്ലോ ഒരു പുതിയ, അടുത്ത് തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? ഒരു റൂട്ടിൽ ഒരു പുതിയ ബസ് ഓടുന്ന പോലെയാണ് ഒരു പുതിയ റോഡ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് വെട്ടുന്നത്. വലിയ വ്യത്യാസമുണ്ട്. ഒന്നും കിട്ടിയില്ല കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്നുള്ള അഭിപ്രായം കിരൺ സാർക്കുണ്ടോ? കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ പറയാൻ കഴിയും. അങ്ങനെ ഒന്നും കിട്ടാതെ ഒരു സംസ്ഥാനത്തിന് ഒന്നും വെക്കാതെ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ നിയമപരമായി തന്നെ കഴിയില്ലല്ലോ. അതുകൊണ്ട് അല്ലാതെ കേരളത്തിന് അർഹതപ്പെട്ട ഒന്നും കിട്ടിയില്ല എന്ന് പറയാം. ആമ മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞ ഒരു MP ഉണ്ട് ഇവിടെ. ആമ മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ട്. പക്ഷെ അപ്പൊ ഈ കേരളത്തിലുള്ള ആൾക്കാരൊന്നും ഷുഗറിന്റെ മരുന്ന് വാങ്ങുന്നവരല്ലേ?
ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം തന്നെ. ശരി, ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ, ഇന്നലെ ഈ രാജീവ് ചന്ദ്രശേഖർ പാർട്ടി ഓഫീസിൽ വന്ന് മറ്റ് നേതാക്കളൊക്കെ വിളിച്ചിരുത്തി തെരഞ്ഞെടുപ്പ് ഫലം കാണുന്നത് പോലെ വലിയ ആവേശത്തിൽ മാധ്യമങ്ങളൊക്കെ അറിയിച്ച് അവിടെ നിന്ന് ഈ ബജറ്റ് പ്രസംഗം കേട്ടാണ്. തൊട്ട് പിന്നാലെ വലിയ പ്രഖ്യാപനം വരുന്നു, അതിന് പിന്നാലെ പുറത്ത് വന്ന് മാധ്യമങ്ങളോട് ഇതെല്ലാം പറയുന്നു എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പ്രധാനമന്ത്രി വന്നിട്ട് പോയതല്ലേ, എന്തായാലും കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചു. ശരിക്കും വെട്ടിലായി പോയത് ഒന്നും ന്യായീകരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്ന അവസ്ഥയല്ലേ കേരള BJP നേതാക്കൾക്ക്? സാർ, കിരൺ സാർ നമസ്കാരം. നമസ്കാരം. സാറിന് വലിയ മൂഡിലാണല്ലോ. ഞാൻ മൂടിന് എന്താണ് എന്റെ കുഴപ്പം? എനിക്ക് എന്താണ് കുഴപ്പം? അല്ല, NDA സർക്കാരിനെ താറടിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. NDA സർക്കാരിനെ താറടിക്കാൻ അവസരം കിട്ടിയാൽ NDA സർക്കാരിനെ താറടിക്കാൻ യോഗ്യരാണെങ്കിൽ അങ്ങനെ താറടിക്കേണ്ടി വരും. അല്ല സാർ, അത് പബ്ലിക്കിന് വിടൂ. പബ്ലിക്കിന്റെ അഭിപ്രായമല്ലേ ചോദിക്കുന്നത്? പബ്ലിക്കിന്റെ അഭിപ്രായം പറയട്ടെ. അത് ഇലക്ഷനിൽ കൂടിയല്ലേ സാർ പറയുക. അതിന് ക്ഷമ കാണിക്കൂ. അതിന് ക്ഷമ കാണിക്കുന്നതിന് ഓരോ വിഷയം വന്നിട്ട് പബ്ലിക് അന്നേരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതിയോ? ഇപ്പൊ താങ്കൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. താങ്കൾക്ക് അതല്ല, കേരളത്തിന് എല്ലാ പരിഗണനയും ഉണ്ടായിരുന്നു എന്ന് താങ്കൾക്ക് വേണമെങ്കിൽ പറയാം. അല്ല, ഇത് 11 വർഷമല്ലേ ആയിട്ടുള്ളൂ NDA സർക്കാർ. 11 ആയാലും അതൊരു ചെറിയ വർഷമല്ല. ഒരുത്തരെ പരീക്ഷിക്കുന്നതിന്റെ അങ്ങേയറ്റമാണ്. അതിനു മുമ്പൊക്കെ ഇവിടെ പല ബഡ്ജറ്റും പല കാര്യങ്ങളും നടന്നല്ലോ. നാളികേര കർഷകനും റബ്ബർ കർഷകനും ഇവിടെ എന്തൊക്കെ ആനുകൂല്യം കിട്ടും ന്യൂസ് 18 ചാനലിലൊന്ന് പറയാമോ? ഒന്ന് പബ്ലിക്കിനോട് പറയാം. ഇപ്പോൾ കിട്ടിയ 11 വർഷമായി, 1 വർഷമോ 2 വർഷമോ, ഇനി എല്ലാ കാര്യത്തിലും ഇല്ല നെഹ്റുവിന്റെ കാലത്തെ കുഴപ്പമാണെന്ന് പറയുന്ന പോലത്തെ അവസ്ഥയല്ല ഇത്. 11 വർഷം ഭരിക്കുന്ന ഒരു സർക്കാരിന് ആ സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 11 വർഷമല്ലേ ഞങ്ങൾ ആയുള്ളൂ, ഇനി എന്തായാലും 100 വർഷം കഴിഞ്ഞ് പ്രഖ്യാപിക്കാവുന്നതാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്നാൽ ഞാൻ പറയുന്നത് കേട്ടു, NDA സർക്കാരിന് സബ്കെ സാത്ത് സബ്കെ വികാസ് എന്നൊരു മുദ്രാവാക്യമുണ്ട്. പക്ഷെ ആ സബ്കെക്കകത്തും സബ്കെ സാത്തിനകത്തും കേരളം ഇല്ലാതെയുള്ള സബ്കെ സാത്താണ്. സാർ പറയാൻ അനുവദിക്കണം. പറഞ്ഞോളൂ. ഈ മോഡി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എത്രയോ മെഡിക്കൽ കോളേജുകൾ അതിനുശേഷം ബജറ്റ് പറഞ്ഞിട്ടാണോ അവിടെ പാസ്സാക്കിയത്? എയർപോർട്ട് ഉണ്ടാക്കി എയർപോർട്ട് അത് ബജറ്റ് പ്രഖ്യാപിച്ചിട്ടാണോ? പിന്നെ സുരേഷ് ഗോപിയെ തോണ്ടാനാണ് മെനക്കെടുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്റെ അടുത്ത 5 വർഷത്തിനിടയിൽ എയിംസ് കേരളത്തിൽ കൊണ്ടുവന്നു. അങ്ങനെയൊന്നുമല്ല സുരേഷ് ഗോപി പറഞ്ഞത്. എയിംസ് വരും, എന്തോ ഒരു പുറത്തു പറയാൻ കഴിയാത്ത രീതിയിൽ മോനെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് മോനെ എന്നെല്ലാം പറയും, ഡേഷ് മോനെ എന്നും പറയൂ. അത്രയൊക്കെ പറഞ്ഞ ആളിപ്പോ മിണ്ടാനില്ലല്ലോ. അദ്ദേഹം ഇപ്പോ മന്ത്രിയാ, കേന്ദ്രമന്ത്രിയാ. കേന്ദ്രമന്ത്രിക്ക് മറുപടിയും വേണ്ടേ? ഇവിടെ വന്ന് തള്ളിയിട്ട് പോയാൽ മതിയോ? 1 വർഷമേ ആയിട്ടുള്ളൂ. 25 വർഷമൊന്നും ആയിട്ടില്ല അദ്ദേഹം മന്ത്രിയായിട്ട്. 1 വർഷമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന് 5 വർഷത്തിനുള്ളിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കും. ഈ നദ്ദ 2014 ഇത് പ്രഖ്യാപിച്ചത് ആദ്യം കേരളത്തിന് എയിംസ്. ഇപ്പൊ 2026 എല്ലാവരും പ്രഖ്യാപിക്കും. താങ്കളുടെ ചൊറിച്ചിലൊന്നും വേണ്ട. എന്റെ ചൊറിച്ചിൽ കേരളത്തിന് കിട്ടാത്തപ്പോൾ എനിക്ക് ചൊറിയും. ശ്രീ ബാലകൃഷ്ണൻ, എനിക്ക് കേരളത്തിന് പൊതുവായി കിട്ടേണ്ട അർഹതപ്പെട്ട ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ചൊറിയും. താങ്കൾക്ക് ചൊറിയാത്തത് എന്റെ കുറ്റമല്ല. അതെ, എനിക്ക് ചൊറിയും കേരളത്തിന് കിട്ടിയില്ലെങ്കിൽ, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ബാലകൃഷ്ണൻ ആ ചൊറിച്ചിലിനെ ഒരു മനോഹരമായ തലോടലായി തോന്നുന്നെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. അത് മറ്റുള്ളവരെ പോലെയല്ല. ന്യൂസ് 18 ചൊറിയണ്ട. ഞങ്ങളല്ല ആരായാലും കേരളത്തിന് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യും. അതിന് പ്രത്യേകിച്ച് ബാലകൃഷ്ണന്റെ അനുമതി ഒന്നും വേണ്ട. ബാലകൃഷ്ണൻ അക്കാര്യത്തിൽ കേരളത്തിന് കിട്ടേണ്ടതെല്ലാം കിട്ടിയെന്ന് പറയാൻ അഭിപ്രായമുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. വന്നിരിക്കും. ഈ സുരേഷ് ഗോപിക്ക് 4 വർഷം, ബഹുമാന്യ സുരേഷ് ഗോപിക്ക് 4 വർഷം ബാക്കിയുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കാൻ 4 വർഷത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയിരിക്കും. ചൊറിയണ്ട, ന്യൂസ് 18 ചാനൽ ചൊറിയണ്ട. താങ്കൾ സ്വയം ചൊറിഞ്ഞുകൊണ്ടിരുന്നോളൂ. അദ്ദേഹം വാക്ക് പാലിക്കും. ശ്രീ ബാലകൃഷ്ണൻ, അങ്ങനെയുള്ള ആളാണെങ്കിൽ അങ്ങനെ തന്നെ പറയണമായിരുന്നു. ഇനി അടുത്ത 5 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഞാൻ കൊണ്ടുവരാം ശ്രമിക്കാം എന്ന് പറയണമായിരുന്നു. ഇത്ര വലിയ തള്ളു മറ്റേ മോനെ എന്ന് പറഞ്ഞുള്ള തള്ളൊന്നും വേണ്ടായിരുന്നു. MP-യാണ് കേരളത്തിലെ MP-യെ കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താണ്? പട്ടമടയിൽ സ്വന്തം മകളുടെ ടെസ്റ്റിൽ നിന്നും 8 വീടുകൾ അനുവദിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപി. അതിനായിട്ട് വലിയ കാര്യമാണ്. ഇതിലും കൂടുതൽ വ്യവസായികളൊക്കെ ഇതിൽ കൂടുതൽ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. സ്വന്തമായി കാശുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല. കാശുള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെ കൊടുത്താൽ അതിന്റെ നേട്ടം പലതരത്തിൽ PR വർക്കായി നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. അല്ലാതെ രഹസ്യമായിട്ടുണ്ട് ഇടത്തെ കൈ കൊടുക്കുന്നു, വലത്തെ കൈ കൊടുക്കുന്നു, ഇടത്തെ കൈ അറിയാതെ കൊടുത്തോന്നല്ലോ. അതെല്ലാം നേട്ടമാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ കൊടുത്തതിന്റെ കാര്യത്തിൽ കൂടുതൽ പറയണ്ട ബാലകൃഷ്ണൻ. BJPക്ക് കേരളത്തിൽ ഒറ്റ സീറ്റും കിട്ടുന്നില്ല പറയുന്നില്ലേ? ശരി, ഓക്കെ. എന്തായാലും നല്ലത്. നിങ്ങളുടെ കാര്യം ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിലെ BJP നേതാക്കൾ ശരിക്കും വെട്ടിലാവുന്ന ഒരു അവസ്ഥയായില്ലേ ഇന്നലെ? നമസ്കാരം. നമസ്കാരം. ഇന്നലെ സാർ കമന്റ് വായിക്കാൻ പോണെന്ന് പറഞ്ഞ് നോക്കിയപ്പോ കമന്റ് ബോക്സിൽ മൊത്തം ജയകുമാറിന്റെ കമന്റാണ് കിടന്നത്.
എന്നിട്ട് അത് കണ്ടുകൊണ്ടാണ് ഇട്ടിട്ട് പോയത്. അത് എന്റെ കമന്റ് അല്ല. ഞാനത് ആരുടെ കമന്റ് എന്ന് നോക്കാം. സാധാരണ രീതിയിൽ ചില കാണുമ്പോൾ ഒഴിവാക്കും, അല്ലാത്ത കമന്റുകളൊന്നും ഇന്നലെ ജയകുമാർ മാത്രമേ കമന്റ് ഉള്ളുവായിരുന്നു. പക്ഷെ വായിക്കാൻ മറന്നു വെച്ചിട്ട് ഒരെണ്ണം പോലും വായിച്ചില്ല. ആ ജയകുമാർ ഞാനല്ല. ഞാൻ എന്നിട്ട് സാറിന് മനസ്സിലാവാൻ വേണ്ടി നമസ്കാരം എന്ന് പറഞ്ഞൊരു കമന്റ് താഴെ ഇട്ടിരുന്നു. അപ്പൊ ആ നമ്പർ നോക്കുമ്പോൾ അറിയായിരുന്നു, എന്റെ ID നോക്കുമ്പോൾ സാറിന് അറിയായിരുന്നു. തിരിച്ചറിയാൻ പ്രയാസമാണ് ജയകുമാർ. നമ്മളിപ്പോ വേഗത്തിൽ നോക്കുമ്പോൾ കാണുന്നത് പെട്ടെന്ന് വായിക്കുന്നത് അത്രേ ഉള്ളൂ. എന്തായാലും താങ്കൾ അഭിപ്രായം പറയും. അതുകൊണ്ട് സാറേ, ഈ 11 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ച കേസാണ് ഇത്. ഇനിയും സുരേഷ് ഗോപിക്ക് 4 കൊല്ലം കൂടി ഉണ്ടെന്ന് പറയുന്നത് ഈ 11 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ച ഒരു പദ്ധതി പരിപാടിയാണിത്. അപ്പൊ ഈ 11 കൊല്ലം കൊണ്ട് BJPക്ക് നടപ്പാക്കാൻ സാധിച്ചില്ല. 11 കൊല്ലമല്ലേ ആയുള്ളൂ എന്നാണ് ചോദ്യം. 100 ദിവസത്തിനകത്ത് 15 ലക്ഷം രൂപ ഉൾപ്പെടെ ഒരുപാട് വാഗ്ദാനങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞാണ് ഈ അധികാരത്തിൽ വന്നത്. വെറും 100 ദിവസം എന്ന് പറഞ്ഞ ആദ്യമായിട്ട് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി മുഖ്യമന്ത്രി 100 ദിവസത്തിനുള്ളിൽ എല്ലാം മറിക്കുമെന്ന് പറഞ്ഞതാണ് ഈ മോദി, ബഹുമാനപ്പെട്ട മോദി. അതുകൊണ്ട് ഈ 11 വർഷം അവർക്കൊരു ചെറിയ കാലയളവായി എങ്കിൽ ആദ്യമേ 100 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യാന്ന് പറഞ്ഞ് കയറിയാൽ മതിയായിരുന്നു. 100 ദിവസം എന്ന് പറഞ്ഞ് കയറണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട് സാറേ, ഇന്നലെ ഞാൻ ഇതുപോലെ BJPയിലെ തലപ്പത്തുള്ള പാർട്ടികളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നല്ല പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിന് മുമ്പും പിൻപും കിട്ടിയതെന്നാണ് പറയുന്നത്. കാരണം ബഡ്ജറ്റിന് മുമ്പ് മറ്റേ പത്മശ്രീ എന്തോ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും നല്ല അവരെ സംബന്ധിച്ച് കാരണം അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ മത നേതാക്കന്മാർക്ക് മ്യൂസിയം ഉണ്ടാക്കലും പ്രതിമ ഉണ്ടാക്കലും ഇതൊക്കെയാണ് അവര് ഇലക്ഷന് വേണ്ടി തയ്യാറെടുക്കുന്നത്, അല്ല ജനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല. അതുകൊണ്ട് അത് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് 50 ലക്ഷം വരെ വായ്പ കടലാമ വളർത്താൻ വേണ്ടി കൊടുക്കുമെന്നുള്ളതാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. അപ്പൊ നല്ല കാര്യമാണ്. ഇത്രയും വിദ്യാർത്ഥികൾ തെളിത്തിരിച്ച് നടക്കുന്നത് നല്ല കാര്യമാണെന്ന് തോന്നുന്നു. ഒന്നും കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. ശരി, എന്തായാലും അഭിപ്രായം. അങ്ങനെ ശ്രീ മധു ആണ്, എഴുപുന്നയിൽ നിന്നാണ്. ശ്രീ മധു, താങ്കളിലേക്ക് പോകും മുമ്പ് ഒന്ന് രണ്ട് ഒരു കമൻറ്റുകൾ കൂടി, യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കാം. എന്തായാലും കമൻറ്റ് വായിക്കുന്നില്ല എന്ന് അദ്ദേഹം പരാതി പറഞ്ഞാലേ. അപ്പോൾ ശരി, എല്ലാ വർഷവും എയിംസ് ബജറ്റ് ഉണ്ടല്ലോ എന്ന് ശ്രീദേവി പറയുന്നു. അപ്പോൾ ഇനി അടുത്ത ബജറ്റൊക്കെ പ്രഖ്യാപിക്കുന്നത് പ്രതീക്ഷിക്കാവുന്നതായിരിക്കും. ഗോപകുമാർ വാർത്തയൊന്നും കാണാറില്ലേ, സുരേഷ് ഗോപി പറഞ്ഞില്ലെന്ന് പറഞ്ഞതിനെ അമ്പാടി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പിന്നെ അമ്പാടി വീണ്ടും ആമയല്ല കടലാമ എന്ന് പറയുന്നു. രഘുനന്ദനൻ, നിയമസഭാ ഇലക്ഷന് വോട്ട് കിട്ടുമോ എന്ന് സംശയമുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഒന്നും തരാതിരുന്നത് എന്ന് രഘുനന്ദനൻ തിരുവില്ലാമരം പറയുന്നു. താമര അടയാളത്തിൽ വോട്ട് ചെയ്യുക, വികസനം തരാമെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. സബ്കെ സാത്ത് എക്സെപ്റ്റ് കേരളം എന്നാണ് ഷിജു കിരിയത്ത് പറയുന്നത്. ചാനൽ ആങ്കർ ഷുഡ് ബി ന്യൂട്രൽ, ഡു നോട്ട് ഷൗട്ട് വെൻ എനി റൈറ്റ് വിങ്ങേഴ്സ് സ്പീക്ക്, ഡു യു നോട്ട് അലൗ ദം ടു സ്പീക്ക് സാഡ് എന്നൊക്കെ പറയുന്നു. കൃസംഗിയാണ് പറയുന്നത്. ശരിയായ കാര്യങ്ങൾ ആര് പറയുന്നതിനും നമുക്ക് തടസ്സമൊന്നുമില്ല. പക്ഷേ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അത് റൈറ്റ് വിങ്ങുള്ള ആളുകൾക്കാണ് സ്വാഭാവികമായും ഇന്ന് ഈ വിഷയം എടുക്കുമ്പോൾ കൂടുതൽ വേദന ഉണ്ടാകുന്ന. ഒരാൾ പറയുന്നത് എനിക്ക് ചൊറിച്ചിലുണ്ടാകുന്നു എന്ന് പറയുന്നത്, അങ്ങനെ പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. ശ്രീ കൃസംഗി, എന്തായാലും സ്വന്തം പേര് പോലും എഴുതാതെ കൃസംഗി എന്ന വ്യാജ പേരിൽ മറഞ്ഞിരിക്കുന്ന താങ്കളുടെ അത്ര ഭീരുത്വം ഞങ്ങൾക്ക് തൽക്കാലമില്ല. എന്തായാലും പ്രസാദ് KV, ഈ നിലയ്ക്കാണ് കേരളം പിടിക്കാൻ BJP വരുന്നെങ്കിൽ കേരളത്തിൽ BJP നിലം തൊടില്ല എന്ന് പറയുന്നു. സുരേഷ് ഗോപി 2026 എയിംസ് വരുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ചാണകം ചൂണ്ടിക്കാണിക്കുന്നു. AK കൃഷ്ണൻകുട്ടി പറയുന്നു, ഇതുവരെയായി 22 എയിംസ് വന്നു കഴിഞ്ഞു, കേരളത്തിന് 0, ചില സംസ്ഥാനങ്ങൾക്ക് 1-ൽ കൂടുതലും. അതൊരു യാഥാർത്ഥ്യമാണ്. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ എയിംസ് ഉണ്ട്, കേരളത്തിന് ഒഴികെ എന്നതുകൂടി നമ്മൾ അറിയണം. സ്ത്രീ സുരക്ഷാ പെൻഷൻ വഴി എന്ന പോലെയുള്ള വീട്ടമ്മമാർക്ക് മാസം 1000 രൂപ തരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യങ്ങൾ. അതും ഇതുമായിട്ട് എന്താണ് ബന്ധമെന്നറിയില്ല. എയിംസ് കിട്ടാത്തതിൻ്റെ കാരണം ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നുവെന്ന് നന്ദകുമാർ P പറയുന്നു. ശ്രീ മധു എഴുപുന്ന, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. കേരളത്തിന് കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോ കേരളത്തിന് കിട്ടിയിരിക്കുന്ന വട്ടപൂജ്യമാണ്. കാര്യം മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം വാരിയും കോരിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഗുജറാത്തിന് UPയിൽ 17 പോയിന്റ് സംതിങ് ആണ് അവരുടെ വിഹിതം കൊടുത്തിരിക്കുന്നത്. നമുക്കോ 2.381 അതാണ് നമുക്ക് വിഹിതമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റില് കേരളത്തിനോട് തികഞ്ഞ അവഗണനയാണ് കാണിച്ചിട്ടുള്ളത്. തനി പൊളിറ്റിക്കലായിട്ട് മാത്രം കാണുന്ന ഒരു സമീപനമാണ് യൂണിയൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്.
കേരളത്തിലെ ജനതയോടുള്ള വെല്ലുവിളിയാണ് കേന്ദ്ര താങ്കളെ ഗവൺമെന്റ്. ടിവിയും കൂടെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ സൗണ്ട് കൂടി കയറി വരുന്നത്. ശ്രീ ശരത്താണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശരത്ത്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? എനിക്ക് പറയാനുള്ളത്, നമ്മള് മുയലിന്റെ വേഗത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചപ്പോ ആമയുടെ രൂപത്തിലാണ് നമുക്ക് ഇവിടെ ബജറ്റ് കിട്ടിയിട്ടുള്ളത്. കാരണം പല പദ്ധതികളും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ സാധാരണപ്പെട്ട ആൾക്കാർക്ക് കിട്ടാവുന്ന എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രമായാലും കേരളമായാലും നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവരണം. ചികിത്സ, പഠനത്തിലുള്ള സഹായങ്ങൾ, മറ്റുള്ള ആരോഗ്യ രംഗത്തിലുള്ളത്, അങ്ങനെ തുടങ്ങി ജനങ്ങൾക്ക് കൂടെ എന്തെങ്കിലും കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം, കേന്ദ്രമായാലും കേരളമായാലും. ഇത്രയും പറയാനുള്ളൂ. ശരി, ശ്രീ രാജീവാണ് കൊല്ലത്ത് നിന്നാണ്. ശ്രീ രാജീവ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും തിരുവനന്തപുരം ജയിച്ചതല്ലേ, പ്രധാനമന്ത്രി വന്നതല്ലേ, അപ്പോഴെങ്കിലും കേരളത്തിന് പരിഗണന കിട്ടും എന്ന് പ്രതീക്ഷ അതുകൂടി അസ്ഥാനത്തായി. പ്രധാനമന്ത്രി വന്നിട്ടാണോ തിരുവനന്തപുരം പോർട്ട് വന്നത്? പ്രധാനമന്ത്രി ഒന്ന് പറഞ്ഞിട്ടാണോ? ഹൈവേ വന്നത് എങ്ങനെ? ബഡ്ജറ്റിൽ കൂടെ ആണോ പറഞ്ഞത്? ബഡ്ജറ്റിൽ കൂടെ പ്രഖ്യാപിച്ചതാണ് ഹൈവേ. ഒന്നുമല്ല, ബഡ്ജറ്റിൽ കൂടെ ഒന്നും പ്രഖ്യാപിച്ചത്. രാജീവ്, ബഡ്ജറ്റിൽ കൂടെ ആണ് ഹൈവേ പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപിച്ചത് ഈ സർക്കാരിന്റെ കാലത്തുമല്ല. സുരേഷ് ഗോപി പറഞ്ഞത് അയാൾ ഇരിക്കുന്ന 5 വർഷത്തിനാകും വെച്ച് വരുമെന്ന്. അതല്ലാതെ ഇയാള് അങ്ങനെ എവിടെയും ഞാൻ ഇരിക്കുന്ന 5 വർഷത്തിനിടയിൽ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഇത്ര ധൈര്യത്തെ 2014 ശ്രീ രാജീവ് എയിംസിന്റെ പ്രഖ്യാപനം അന്നത്തെ ബിജെപിയുടെ കേന്ദ്രമന്ത്രി നദ്ദ നടത്തിയത്. ഇതിപ്പോ 2025 ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും എയിംസ് കിട്ടി. ഇപ്പോഴും ഈ ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണോ? അതല്ല, 40 വർഷമായി ആലപ്പുഴ ബൈപ്പാസും കൊല്ലം ബൈപ്പാസും എവിടെയെടുത്ത് മറ്റൊരിടത്തിട്ട് ആരാ നടപ്പിലാക്കി? അത് മാത്രമല്ല കേരളത്തിൽ ഇത്തിരി കള്ള ചാനലുകൾ, ഇത്തിരി അവതാരകന്മാരുണ്ട്. ഇതിന്മാര് കള്ളം പറയുന്ന ചാനലുകൾ. നിങ്ങൾ കള്ളം പറയുന്നത് നിങ്ങൾക്ക് പറയാൻ അവസരം തരികയല്ലേ? നിങ്ങൾ ആ കള്ളം പറയുന്നതെല്ലാം ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും വസ്ത്രങ്ങൾ കഴിയുന്ന ഒരു പാർട്ടി, ഒരു ചാനലായി മാറി ഈ കേരളത്തിലെ ചാനലായി അവതാരം പറയും. എന്ത് വേണമെങ്കിലും അഭിപ്രായം പറയാം ശ്രീ രാജീവ്. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഇന്നലെ ബിജെപിക്കാരടക്കം പ്രതീക്ഷ ഒന്നും കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടാറ്? അല്ല, കിട്ടിയത് അഭിപ്രായം പറഞ്ഞോളൂ. അതല്ല ചാനലുകാര് അവതാരകന്മാരും ഉണ്ടാക്കുന്ന നെറേറ്റീവോ? പറഞ്ഞോളൂ, താങ്കളുടെ നെറേറ്റീവ് താങ്കൾ പറഞ്ഞോളൂ. അല്ലല്ല, ഞങ്ങളുടെ നെറേറ്റീവ് ഒരു കുഴപ്പമില്ല. അവര് നല്ലോണം പഠിച്ചു. നിങ്ങൾ ആദ്യം ഒരു 10 സീറ്റ് അവർ കൊടുക്കാൻ നോക്കും കേരളത്തിൽ. ഒരു 10 സീറ്റ് കൊടുക്കാനുള്ള പരിപാടി നിങ്ങൾ നോക്കുക. ഞങ്ങളുടെ പരിപാടിയല്ല ബിജെപിക്ക് സീറ്റ് വാങ്ങിക്കൊടുക്കുക പരിപാടിയല്ല. നിങ്ങളിങ്ങനെ നേരം വിളിക്കുമ്പോ ഇങ്ങനെ ഇരുന്ന് NDA സർക്കാരിനെ മോഡിയെ കുറ്റം പറയുന്നവരല്ലോ പണി. അല്ല, വേറെ പണിയൊന്നും നിങ്ങൾക്കില്ലല്ലേ? നിങ്ങൾക്ക് അതേ ഉള്ളൂ പണി. അല്ല, നിങ്ങൾ തന്നെ വരുത്തണം 10 സീറ്റ് വരുത്താമെങ്കിൽ. രാജീവ്, അത് ഞങ്ങളുടെ പണിയേ അല്ല. താങ്കൾക്ക് ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ താങ്കൾക്ക് ഞാൻ ഒരു മിനിറ്റ് കേൾക്കൂ. ശ്രീ രാജീവ് കേൾക്കൂ, താങ്കൾ അങ്ങോട്ടൊന്ന് കേൾക്കൂ. രാജീവ് കേൾക്കൂ, താങ്കൾക്ക് ഞാൻ അവസരം തരാം. ഈ ബജറ്റിൽ കേരളത്തെ പരിഗണിച്ചത് എങ്ങനെയെല്ലാമാണെന്ന് താങ്കൾ വിശദീകരിച്ചോളൂ. താങ്കൾ ഈ മാധ്യമപ്രവർത്തകരെന്ന് പറയുന്ന വ്യാജപ്രചരണങ്ങളൊന്നും വിശ്വസിക്കേണ്ട. താങ്കൾ യാഥാർത്ഥ്യം പറഞ്ഞോളൂ. എല്ലാ സ്റ്റേഷനും അങ്ങനെ ആദ്യത്തെ ഒരു ബഡ്ജറ്റില്ല. ഒരു വർഷം 5 വർഷത്തെ 5 ബഡ്ജറ്റുണ്ട്. ഇനി കിടക്കും ഒരു ബഡ്ജറ്റുകൾ. 10 വർഷം ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. അതെന്താ അവതരിപ്പിക്കാൻ്റെ? അവരിപ്പം 3-ാം തവണ അധികാരത്തിൽ ഇരിക്കുന്നത്. അല്ല, ചുമ്മാതല്ല. നിങ്ങൾ വിചാരിക്കുന്ന ചുമ്മാ കേന്ദ്ര സർക്കാരിന് വേണ്ടപ്പെട്ട സ്ഥലങ്ങളെല്ലാം അവർ കൊടുക്കുന്നുണ്ട്. അവര് കൊടുക്കുന്നുണ്ട്. അവർ അധികാരത്തിൽ വരുന്നു. ഇവിടെ കൊടുത്തിട്ട് എന്തോ ഗുണം? നിങ്ങളെ പോലുള്ള ഇവിടുത്തെ ആൾക്കാരുടെ പണം കൂടെ കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ആ സംസ്ഥാനങ്ങളുടെ പണം കൊണ്ട് മാത്രമല്ല രാജീവ്. ഞാനും നിങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്ന പണം കൂടെ കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. ഒരു പ്രാവശ്യം ഇടതുവശം, ഒരു പ്രാവശ്യം ഇനിയിപ്പം നോക്കണം. ഇനി സരിതമാരെ കൂടെ ഇറങ്ങും. അടുത്തൊരു സരിതമാരെ. താങ്കൾക്ക് ബജറ്റിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ കള്ളം പറയുന്നെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞോളാൻ പറഞ്ഞു. ഒന്നും പറയാനില്ല താങ്കൾക്ക്. താങ്കൾക്ക് യാഥാർത്ഥ്യം ഒന്നും പറയാനില്ല. ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ താങ്കൾ പറഞ്ഞോളൂ. ഇതൊക്കെ തന്നെ നടക്കുന്നത് ഇവിടെ. ഇതാ പറഞ്ഞത്. രാജീവിനൊന്നും പറയാനില്ല. എന്തെങ്കിലും കുറ്റം പറയാനല്ലാതെ രാജീവിന് കണക്കുകൾ പറയാനില്ല. ബജറ്റിന്റെ രേഖയല്ല താങ്കളുടെ കയ്യിലുണ്ടല്ലോ. താങ്കൾക്ക് വെബ്സൈറ്റിൽ കിട്ടുമല്ലോ. താങ്കൾ പറഞ്ഞോളൂ. കുറെ ചാനലുകാര് അവതാരം നേരം വെളുക്കുമ്പം BJP കുറ്റം പറയാനായിട്ടങ്ങ് ഒരുങ്ങിക്കുക. അല്ലാതെ നല്ല കാര്യം നിങ്ങൾ ആരെങ്കിലും പറയില്ല. നല്ല കാര്യം ഉണ്ടെങ്കിൽ നല്ലതെന്ന് പറയും. മോശപ്പെട്ട കാര്യം ചെയ്താൽ മോശം പറയും. അതിനെ ന്യായീകരിക്കാൻ കിട്ടില്ല. നിങ്ങൾ പറയുന്നത് ഒരു ഇന്നത്തെ ഞാൻ കേട്ടത് എന്നോട് പറഞ്ഞതാ. മോഡി എന്തോ ചെയ്യുന്നു. മോഡി ചെയ്യുന്നുണ്ടാവരാ. ശ്രീ രാജീവ്, താങ്കൾക്ക് സമയം തന്നുകൊണ്ട് വേസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം താങ്കൾക്ക് ഒന്നും പറയാനില്ല. കുറ്റം പറയാനല്ലാതെ ഞാൻ പറഞ്ഞു ബജറ്റിൽ കേരളത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ വിശദീകരിച്ചു. സമയം തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് താങ്കൾക്ക് ഒരു വരി പോലും പറയാനില്ല. എന്തോ ചെയ്താലും BJP ഒന്നും ചെയ്യാതൊന്നും പറയാനില്ല. ചെയ്ത കാര്യങ്ങൾ എത്ര ഉണ്ടെങ്കിൽ പറയൂ. ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ ഈ ഇട്ടാവട്ടത്ത് കേരളത്തിൽ കിടന്ന് അതും കാണിക്കാനേ ഉള്ളൂ. ഒരു പരിപാടി നടക്കത്തില്ല. മോഡി ഭരിച്ചോളും.
ശരി, എത്ര ഓക്കെ, വർഷം താങ്കൾക്ക് അങ്ങനെ പറയാം. കേരളത്തിന്റെ കാര്യം പറയാൻ ഞങ്ങൾ കേരളീയർ തന്നെ വേണം. ഞങ്ങൾക്കത് പറയേണ്ടി വരും. അല്ലാതെ ഞങ്ങൾ ആരുടെയും വിധേയരും ഒന്നുമല്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യർ, അവർക്ക് അങ്ങനെ ആരുടെയും വിധേയരായി നിന്നുള്ള ശീലവും കേരളത്തിലെ മനുഷ്യർക്കില്ല. അഭിമാനത്തോടു കൂടി തന്നെ ജീവിക്കുന്ന മനുഷ്യരാണ് മലയാളികൾ. അല്ലാതെ എല്ലാ കാര്യവും ആര് ചെയ്താലും, അതിന് കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്താലും UPA ഗവൺമെൻറ് ചെയ്താലും NDA ഗവൺമെൻറ് ചെയ്താലും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുന്നവരാണ് മലയാളികൾ. ശ്രീ ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞില്ല, ഇതേ ചാനലിൽ താങ്കളുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞിന്റെ ഞെരുക്കല് വരും എന്നൊക്കെ. പക്ഷെ അതിൽ നിന്ന് സ്വല്പം ഭേദമാകാമായിരുന്നു. കാരണം ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ പൂണിത്തറ ഒക്കെ കിട്ടിയില്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനു മുമ്പ് രാജഗോപാൽ കേന്ദ്ര റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ അന്ന് ഞാൻ സർവീസിൽ, ഞാൻ റിട്ടയറൊന്നും ആയിട്ടില്ല. അങ്ങനത്തെ മലബാറിൽ പോകുമ്പോൾ അവിടെ വെങ്ങളം ഗേറ്റ് സർവത്ര ഇത് ആ ഗേറ്റുകളൊക്കെ ഒഴിവാക്കി നല്ല സ്മൂത്തായിട്ട് തലശ്ശേരി വരെ മാഹി വരെ കണ്ണൂർ അങ്ങോട്ട് പോയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടും അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒരിക്കൽ അദ്ദേഹം ഒരു പ്രസ്താവന ഇറങ്ങി, ഇത്ര തൊട്ടുകൂടായ്മയുള്ള ഞങ്ങൾക്ക് BJPക്ക് തൊട്ടുകൂടായ്മയുള്ള ഒരു സംസ്ഥാനത്ത് ഞങ്ങൾ എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഇപ്പൊ ആ തൊട്ടുകൂടായ്മയൊക്കെ സ്വല്പം മാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത്, തൃപ്പൂണിത്തറ, അതുപോലെ പാലക്കാടൊക്കെ പച്ച പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതേ ഉണ്ടാകും. അതിന് ഇത് ബഡ്ജറ്റ് മാത്രമല്ല, ഇന്ന് റെയിൽവേ മന്ത്രി ഇപ്പൊ ഒരു സമ്മേളനം നടത്തുന്നുണ്ട്. ഇപ്പൊ താങ്കളുടെ ചാനലില് അത് കാണിക്കുന്നില്ലേ പൊതുവേദിയിലുണ്ട്. ഞാൻ മറ്റത് ഓൺ ചെയ്തു, അത് നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം എല്ലാ സ്റ്റേറ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന അശ്വിനി വൈഷ്ണവ് ആൾ നല്ലൊരു. ഞാനത് പൂർണ്ണമായും കേട്ടില്ല ഇതുവരെ. എനിക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ശ്രീധരൻ ഇന്നൊരു ഓഫീസൊക്കെ തുറന്നു, അതിനെക്കുറിച്ച് അടക്കം അശ്വിനി വൈഷ്ണവിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അശ്വിനി വൈഷ്ണവ് അക്കാര്യത്തിൽ യാതൊരു മറുപടിയും പറഞ്ഞില്ല. കേരളത്തിന് കുറെ പണം നൽകിയിട്ടുണ്ട്, അത് മുൻകാലങ്ങളെക്കാൾ കൂടുതലാണ്. മുൻകാലങ്ങളിൽ ഒരു പാലം പണിയാൻ 10 കോടി വേണമെങ്കിൽ ഇന്ന് അതിന് 30 കോടി വേണം. ഒരാൾ ഒന്ന് കയറാൻ നിൽക്കാന്ന് വെച്ചാൽ പേടിച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് പോകും. ഒരു സെയിൽസ്മാൻ ആണെങ്കിലും നിൽക്കാൻ നിൽക്കുന്നവരാണെങ്കിലും എന്തെങ്കിലും ഗവൺമെന്റ് ഓഫീസാണ്. അതുപോലെ ഇന്നലെ തന്നെ തുടങ്ങി ഇവര് അത് വേണം, ഈ റെയിൽവേ ഇത് വേണം, ഉടനെ സതീശൻ വേറെന്ന് പറയും. ഇവരൊരു മറ്റുള്ള സംസ്ഥാനത്ത് അങ്ങനെയല്ല. അങ്ങനെ സതീശൻ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് അല്ലല്ലോ വിഷയം. ഇവിടെ കേരളത്തിൽ ഒരു ചെറിയ സംഭവം ഞാൻ പറയും. ഇവിടുത്തെ പുതിയ മേയറായിട്ട് ഞാൻ സംസാരിച്ചതാ. ആ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ അവിടെ കാടും മൂടി കിടക്കുന്നുണ്ട്. മഹാത്മജി ആദ്യം വന്ന് ഇറങ്ങിയ സ്ഥലം. നിസ്സാര കോസ്റ്റ് വേണ്ട അവിടെ നിന്ന് ഒരു ലൈൻ കണക്ഷൻ എടുത്ത് എറണാകുളത്ത് പുതിയൊരു ടെർമിനലാകാം. ഇപ്പൊ ഹൈദരാബാദിലും സെക്കൻഡറാബാദിലും കൂടി 4-5 ടെർമിനലുകൾ വന്നു കഴിഞ്ഞാൽ ട്രെയിൻ. ഇവിടുത്തെ മെയിൻ പ്രശ്നം അതൊക്കെയാണ്. ഇത് രണ്ടു കൂടി KV തോമസ് വന്ന് നോക്കി, രാജീവ് വന്ന് നോക്കി, എല്ലാവരും നോക്കി. അന്ന് സമ്മർദ്ദം ചെലുത്തുണ്ടായിരുന്നു. ഡേവിഡ് വിജയാണ് പള്ളുരുത്തിൽ നിന്ന് പ്രതികരിച്ചത്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിൽ കഴിഞ്ഞ ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നേതാക്കളെല്ലാം ഒരുമിച്ച് BJP ആസ്ഥാനത്തിരിക്കുകയും മാധ്യമങ്ങളെ അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അവരുടെ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ബജറ്റ് പ്രഖ്യാപനം വന്നത്. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രത്യേക മലയാളി മാധ്യമ പ്രവർത്തകരെ ഡൽഹിയിൽ കാണുന്നു അശ്വിനി വൈഷ്ണവ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു ഈ ശ്രീധരനും ഇന്ന് ഓഫീസൊക്കെ അദ്ദേഹം പൊന്നാനിയിൽ സ്വന്തം വീടിനോട് ചേർന്ന് സ്പീഡ് റെയിലിന് ഓഫീസൊക്കെ തുടങ്ങി. അപ്പോൾ അതെന്തായാലും ഒരു പ്രഖ്യാപനം ഉണ്ടാകും അല്ലെങ്കിൽ. പക്ഷേ ആ ചോദ്യം ചോദിച്ചിട്ട് പോലും അശ്വിനി വൈഷ്ണവ് അതേക്കുറിച്ച് ഒന്നും പറയാതെ കേരളത്തിന് നൽകിയ തുകയുടെ കണക്കൊക്കെ പറഞ്ഞത് UPA കാലത്ത് നൽകിയതിനേക്കാൾ ഒരുപാട് ഇരട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയായിരുന്നു. ശ്രീ ഉമേഷാണ് കോഴിക്കോട്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. ഈ കേന്ദ്രം BJP ഭരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് MP ഉണ്ടാവണം, എങ്കിലേ കേരളത്തിൽ നിന്ന് MP-മാരും മന്ത്രിയൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് ഒന്നും കിട്ടുന്നില്ല. ഇല്ല, എന്നാൽ ഞാൻ ചില പ്രേക്ഷകർ പറയും അതുണ്ട്, നമ്മളെ 2 കേന്ദ്രമന്ത്രിമാരുണ്ട് എന്നൊക്കെ അറിയാം. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ കയ്യിലാണ് എന്നൊക്കെ അറിയാം. പക്ഷെ എങ്കിലും ഞാൻ പറയാം, ആനുപാതികമായിട്ട് ഇവിടെ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഈ കേന്ദ്രത്തിലേക്ക് യാതൊരു നികുതി ആദായവും ലഭിക്കാത്തതൊന്നല്ലല്ലോ. കേന്ദ്രത്തിലേക്ക് ഞങ്ങളുടെ ഈ കേരളീയരുടെ നികുതി പണം അവർക്ക് ലഭിക്കുന്നില്ലേ? അതിന്റെ ഒരു വിഹിതം നമുക്ക് ലഭിക്കേണ്ടതല്ലേ? അതിനുള്ള അവകാശമല്ലേ നമ്മളെ. അതിന് കേന്ദ്രത്തിലേക്ക് BJP ഭരിക്കുമ്പോൾ ഇവിടെ BJPക്ക് MP-മാരുണ്ടാക്കി കൊടുക്കണം, എങ്കിലേ കേരളത്തിലേക്ക് ഫണ്ട് അനുവദിക്കൂ എന്നുള്ളതൊന്നും ശരിയല്ല. പിന്നെ സുരേഷ് ഗോപി സാറ് നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് വലിയ കാര്യം. ഇപ്പൊ അയാൾക്കൊക്കെ പറഞ്ഞ പണി സിനിമ നടത്താം. അയാളൊക്കെ ഒന്നും വേണ്ടാതെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് അയാളൊക്കെ വേണ്ടാതെ അയാൾ പേര് അങ്ങേയറ്റം മുടക്കാക്കി എന്ന് എനിക്ക് പറയുന്നത്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും.
ശ്രീ ശശിധരൻ, ഈ കേരളത്തിലെ BJP നേതാക്കളുടെ കണക്കൂട്ടലാണ് യഥാർത്ഥത്തിൽ ഇത്രത്തോളം തെറ്റിപ്പോയെന്ന് തോന്നുന്നു. അവർ ഇന്നലെ വലിയ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്ന പ്രതീക്ഷയിലായിരുന്നു. ഇന്നിപ്പോൾ അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനം നടത്തുമ്പോഴും മലയാളി മാധ്യമപ്രവർത്തകരെ പ്രത്യേകം വിളിച്ചപ്പോഴൊക്കെ പ്രതീക്ഷിച്ചു കേരളത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. അവിടെയും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. കേന്ദ്ര ഭരണവും നമ്മുടെ പൊതുവേദിയും ഒരുപോലെ എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ്, പറഞ്ഞോളൂ. 4:01 മുതൽ ഡയറി ആയിട്ട് ഇപ്പൊ 4:35 കഴിഞ്ഞ് കിട്ടിയപ്പോ എന്റെ കൈയൊക്കെ പോയി. ആപ്പാടെ ശശിധരൻ, അത് ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, ബെല്ല് ഒരുപാട് പ്രാവശ്യം റിങ് ചെയ്യുന്നു, എന്നിട്ട് എടുക്കുന്നില്ല. ശ്രീ ശശിധരൻ, അതെ, ഞാൻ പറയാം. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 4 ലൈനുകളിലുള്ള 4 പേരെയാണ് എപ്പോഴും നിർത്തുന്നത്. 4 ലൈൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബെല്ലടിക്കുന്ന എടുക്കില്ല. അതിനുശേഷം പിന്നീട് അതിനകത്ത് 1-2 പേരെ 1-2 പേരുടെ കട്ടായി കഴിയുമ്പോൾ വീണ്ടും അടുത്ത 2 പേരെ എടുക്കും. അങ്ങനെ 4 പേരെ നിർത്തിയാണ് നമ്മൾ പോകുന്നത്. ബ്രേക്കിന് മുന്നോടിയായിട്ടാണെങ്കിൽ ചിലപ്പോൾ ആ 4 പേരിൽ എണ്ണം കുറയ്ക്കും. അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഇടയ്ക്ക് ബെല്ലടിച്ചാലും എടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. നമുക്ക് 10 പേരെ ഒന്നും ലൈൻ നിർത്താൻ കഴിയില്ലല്ലോ. ഈ വിഷയത്തെ പറ്റി പറയുമ്പോ ഈ കേരളത്തെ കേന്ദ്രം എഴുതി തള്ളിക്കഴിഞ്ഞു. കാരണം രാഷ്ട്രീയമായിട്ട് എന്ത് കൊടുത്താലും ഇവിടെ ആരും ഒന്നും ഒരു സീറ്റ് അവർക്ക് കൊടുക്കില്ല എന്നൊരു ബോധം അവരുടെ മനസ്സിൽപ്പെട്ടു പോയി. ഒരു വൈരനിര്യാതന ബുദ്ധിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു സർക്കാരിനും ചേർന്ന കാര്യമല്ല. കാരണം BJPയുടെ ഒരു കേരളത്തോടുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ. ഏതെങ്കിലും ഒരു നല്ലൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അതേപ്പറ്റി പറയായിരുന്നു. ഇത് ആമയുടെ പ്രശ്നം പറഞ്ഞാൽ ആമ പ്രതിഷേധിക്കാനൊന്നും പോവുകയല്ല. അഥവാ ഇനിയിപ്പോ ഈ പറഞ്ഞ് നടപ്പാക്കിയാലും അവർ ഡൽഹിയിലേക്കൊന്നും ചെല്ലിയാലെന്ന് അവർക്കറിയാം. ഈ പാർട്ടിക്കാരങ്ങനെയല്ല, രാഷ്ട്രീയക്കാരങ്ങനെയല്ല, അവർ ചോദിക്കും എന്ന് പറഞ്ഞതുപോലെ ഇത് ഒരു കാലത്തും കേരളത്തിൽ ഇത് ഗുണം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ പരിഗണന തരുന്നു, ഞങ്ങൾക്ക് സീറ്റുകൾ കിട്ടുന്നു എങ്കിൽ മാത്രമേ ഉള്ളത്. അത് രാജീവ് ചന്ദ്രശേഖരന്റെ വായുന്ന അബദ്ധത്തിൽ അത് വന്നുപോയി. കേന്ദ്ര ഭരണം വരട്ടെ, അന്നേരം ശരിയാകുള്ളൂ എന്ന് പുള്ളി പറഞ്ഞത് ഇന്നലെ പറയുന്നത് കേട്ടു. അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്ന വേറൊരു സംശയം എനിക്കൊണ്ട് കിരണേ, ഈ നമുക്ക് ഈ ഭരണഘടനാപരമായിട്ടുള്ള ഒരു ലംഘനമാണ് ഇപ്പൊ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണണമെന്നും എല്ലാവർക്കും ഒരുപോലെ അർഹതപ്പെട്ട കൊടുക്കണമെന്നൊക്കെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളില്ലേ. അപ്പൊ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ സംവിധാനം ഇവിടെ നിയമപരമായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വല്ല കോടതികളോ എന്തെങ്കിലും. അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് ശ്രീ ശശിധരൻ. അത് ഒരു സർക്കാരിന് എല്ലാവരെയും പരിഗണിക്കണമെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കൂടുതൽ പരിഗണന കൊടുത്തതിന് ഒരു റീസണൊക്കെ പറഞ്ഞാൽ അതൊക്കെ കഴിയുമല്ലോ. അല്ലാതെ ഇതിപ്പോൾ ഒരു 10 രൂപ എടുത്ത് വെച്ച് 5 പേരുണ്ട്, 5 പേർക്ക് 2 രൂപ മുറിച്ചു കൊടുക്കുന്ന പരിപാടിയല്ലല്ലോ. അപ്പോൾ അത് അതൊക്കെ ആനുപാതികമാണ്. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതെ, നിയമപരമായിട്ടൊരു വശമില്ല. കാരണം അല്ല, നിയമപരമായ അതിന്റെ ആനുപാതിക വിഷയം തന്നെയാണ്. ഒരു ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ മറ്റു സംസ്ഥാനത്തിന് കൊടുത്തു, ഞങ്ങൾ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ന്യായീകരിക്കാൻ കാര്യം ആ സംസ്ഥാനത്ത് മറ്റേത് കൂടുതലാണ്, അല്ലെങ്കിൽ അവിടെ പ്രത്യേകം വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല കാരണങ്ങൾ പറയാം. അതൊക്കെ ഒരു ഔചിത്യം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് നിയമപരമായി ഞങ്ങൾക്ക് തരാത്തതുകൊണ്ട് അത് കേസ് കൊടുത്താൽ അവർ കൂടി കൊടുക്കുക എന്നൊന്നും പറയാൻ അങ്ങനെ വരില്ല. അതെ, എന്നും തുടരാൻ പറ്റുമോ? ഇത് ലോകാവസാനം വരെ തുടരാൻ പറ്റുമോ? കാരണം നമ്മൾ ശക്തമായ പ്രതിഷേധം ഉയരണം. ശക്തമായ പ്രതിഷേധം ഉയരുമ്പോൾ ആർക്കും വഴങ്ങേണ്ടി വരും. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. കാരണം എന്താ പറയാ, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. അങ്ങനെയൊന്നുമല്ല ശ്രീ ശശിധരൻ. അങ്ങനെയൊക്കെ ഒരിക്കലും ആരും കുലുങ്ങില്ല എന്ന് പറഞ്ഞ ലോകത്തെ സർവാധിപതികളൊക്കെ അവസാനം കുലുങ്ങി വീണിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ അവർ തിരുത്തി നന്നാവും, അല്ലെങ്കിൽ കുലുങ്ങി വീഴുന്ന അവസ്ഥ. അതിന് ആരായാലും, ഏത് പാർട്ടിക്കാരനായാലും ആരായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരാളുടെയും ശാശ്വതമായ നിലനിൽപ്പൊന്നുമല്ല ഒന്നും. ശ്രീ സന്തോഷാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശരിക്കും ന്യായീകരിക്കാൻ പോലും ഒരു പഴുത് കേരള നേതാക്കൾ കൊടുക്കാത്തതായി പോയല്ലോ ഈ കേന്ദ്ര ബജറ്റ്. പച്ച കള്ളങ്ങളെ സാറേ നിങ്ങളെല്ലാം കൂടെ കൂടി പറഞ്ഞു. ഈ കവിഞ്ഞാണ് കേരളം ഇത്ര വലിയ നിലയിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ CPM കൂടെ വിചാരിച്ചിട്ടല്ലേ നടന്നത്. ചത്ത് കിടന്ന ഒരു കേരളമല്ല, എന്തെല്ലാം വികസനം കൊണ്ടുവന്നു. എന്നിട്ടും നിങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ഇങ്ങനെ ഈ ഇല്ലാവചനങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നതുകൊണ്ട് BJP ഓരോ ദിവസം ചെല്ലുന്തോറും സീറ്റിന്റെ എണ്ണം കൂടുകയോ ആൾക്കാരുടെ എണ്ണം കൂടുകയോ ചെയ്യരുത്. നിങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ശൗചാലയം കൊടുത്തു പറഞ്ഞ് ശൗചാലയം എന്ന് പറഞ്ഞ് ഇടതിനും വലതിനും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ ചാനലുകാരും കൂടെ കളിയാക്കി കളിയാക്കിയില്ല. ആ ശൗചാലയങ്ങളുടെ വില എന്താണെന്നുള്ള ഓരോ തെരഞ്ഞെടുപ്പും കഴിഞ്ഞപ്പോൾ ഓരോ സംസ്ഥാനത്തും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് ഞങ്ങൾ പറഞ്ഞത് ഈ കഴിഞ്ഞ ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്ന് തന്നെയാണ്. അവഗണിച്ചു അല്ല, കേരളത്തെ പരിഗണിച്ചു എന്നാണ് താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ ബജറ്റ് രേഖകൾ എൻ്റെ മുന്നിലെന്നുള്ള താങ്കളുടെ മുന്നിലുമുണ്ട്. താങ്കൾക്ക് അത് വിശദീകരിക്കാം. അല്ല, ബജറ്റിന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അത് പറയണല്ലോ. ബജറ്റിൽ ഒരു പ്രധാനപ്പെട്ട രേഖയാണല്ലോ. ഒരു വർഷത്തേക്ക് ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള രാജ്യത്തിന്റെ ഒരു പ്രഖ്യാപനമാണല്ലോ ബജറ്റ്.
അപ്പോൾ ബജറ്റ് ഒന്നും വേണ്ട, ഞങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പോകും എന്നാണ് പറയാൻ കഴിയില്ലല്ലോ. താങ്കൾക്ക് അതിൽ തെറ്റാണ്, ഞാൻ പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ താങ്കൾ വിശദീകരിച്ചു. താങ്കൾക്ക് സമയം തരാം. അത് ബഡ്ജറ്റ് നോക്കിയല്ല ചെയ്യുന്ന കേന്ദ്ര സർക്കാർ. ഈ ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ താങ്കൾക്ക് ബജറ്റ് എങ്കിൽ പിന്നെ ബജറ്റ് അവതരിപ്പിക്കേണ്ടല്ലോ. തന്നെ പോലെയുള്ളവരൊക്കെ ഈ ചുമ്മാ രാവിലെ ഒരു മുഖത്തോട് വരാം. തനിക്ക് ചൊറിച്ചില്ലല്ലോ, അതിലും വലിയ ഏതാണ്ട്. ശ്രീ സന്തോഷ്, താങ്കളൊന്ന് കേൾക്കൂ. താങ്കൾക്ക് ഞാൻ സമയം തരാം, എത്ര വേണമെങ്കിലും സമയം തരാം. ബജറ്റ് കേരളത്തെ പരിഗണിച്ചു എന്ന് താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ അക്ക വിട്ട് താങ്കൾക്ക് നിരത്താം, അതിനുള്ള സമയം തരാം. കണ്ടുകൊണ്ടിരിക്കുമല്ലോ ഈ പുരോഗതിയിൽ താങ്കൾ പറഞ്ഞോളൂ. ചെയ്തിട്ട് ഈ ട്രെയിൻ പാളത്തിൽ ഒരു തീട്ടം ചവിട്ടാൻ പറ്റാത്ത റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നോക്കി എന്തെല്ലാം മനോഹരമാക്കി. അതുപോലെ ഈ മുട്ടകടിയും കൊണ്ടുവന്ന് നടന്ന ട്രെയിനിന്റെ എല്ലാം മാറ്റി. സന്തോഷ്, എന്റെ ചോദ്യം താങ്കൾക്ക് മനസ്സിലാവാത്തതാണോ അതോ താങ്കൾ ബുദ്ധിപരമായി അങ്ങനെ അഭിനയിക്കുന്നതാണോ? ഇവര് അവഹേളനം വളരെ മോശം കേട്ടോ. ഇങ്ങനെ നിങ്ങളൊക്കെ പറയാം, നിങ്ങൾക്ക് നേരെ വെളുക്കുമ്പോൾ എഴുന്നേക്കുന്ന ശ്രീ സന്തോഷ്, താങ്കൾ ഈ ആളുകൾ പറയുന്ന പോലെ മണ്ടനായി അഭിനയിക്കുന്നതാണോ അതോ ബുദ്ധിപരമായി അങ്ങനെ ചെയ്യുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾക്ക് ബജറ്റിൽ ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന് പരിഗണന നൽകിയിട്ടുണ്ടെങ്കിൽ, എന്തെല്ലാം പരിഗണന നൽകിയെന്ന് അക്കമിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം, ഞാൻ സമയം തരാം. താങ്കൾ എന്നാൽ ഇനി പറയാൻ താല്പര്യമില്ല, താങ്കൾക്ക് ഒളിച്ചോടുകയാണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. അയ്യോ, കുറെ ഉദ്യോഗസ്ഥർ ഇറങ്ങിയിട്ടുണ്ട്, കുറെ ചാനലുമായിട്ട്. അംബാനിയുടെ ചാനലും കൂടി വന്നിട്ട് ഏതാണ്ടല്ല ഇവിടെ ഒലക്കയുടെ കൂടുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചുമ്മാ തോന്നുന്നതായിരിക്കും. വേറെ ജോലി നോക്കേണ്ട പൊന്നും മാസേ. ശരി, ഓക്കെ സന്തോഷ്. താങ്കളുടെ ഒരു നിലവാരം കൂടി ആളുകൾക്ക് മനസ്സിലായി, കാര്യത്തെക്കുറിച്ച് എത്രത്തോളം ബോധമുണ്ട് എന്നുള്ളതും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആ പാർട്ടിക്കാർക്ക് കൂടി നാണക്കേടാണ്. ചില കാര്യങ്ങളൊക്കെ ബജറ്റിൽ കേരളത്തിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു, അതെങ്കിലും താങ്കൾക്ക് പറയാമായിരുന്നു. അത്രയെങ്കിലുമൊക്കെ ഉള്ള ഒരു സാമാന്യ ബുദ്ധി ഇത്തരം ഒരു പാർട്ടിക്ക് വേണ്ടിയൊക്കെ നിന്ന് ഇത്രയൊക്കെ വാദിക്കുന്ന ആളുകൾ കാണിക്കണം. അതല്ലെങ്കിൽ ആ പാർട്ടിക്കാർക്ക് കൂടി നാണക്കേടാണിത്. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജൻ, ഈ കേരളത്തിലെ ഇന്നലെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പാർട്ടി ഓഫീസിൽ വന്നിരുന്ന് ബജറ്റൊക്കെ കണ്ട് മാധ്യമങ്ങളോട് ഇപ്പം തന്നെ പ്രഖ്യാപനത്തിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ പ്രകടിപ്പിക്കാം എന്ന് പറഞ്ഞ് നിന്നാണ്. പക്ഷേ 8 നിലയിൽ പൊട്ടുന്ന അവസ്ഥയിലായി പോയി അവസാനം. ആ സാറെന്താ ഇത് പറയാൻ ഇപ്പൊ സന്തോഷിനോട്? ഇന്നലെ ബജറ്റിൽ കൂടെ അല്ല തരുന്നെങ്കിൽ എന്തിനാ ഈ BJP-കാരെല്ലാം കൂടെ ഒരുമിച്ച് അവിടെ വട്ടം കൂടിയിരുന്ന് തുറ പറഞ്ഞ് ചോദിക്കാൻ വയ്യായിരുന്നു? എന്നിട്ട് ഭയങ്കര ഏതാണ്ട് ഇപ്പൊ അലുവ കഴിഞ്ഞ മോളിൽ നിന്ന് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വട്ടം കൂടി ഇരിക്കുകയായിരുന്നു അവിടെ. അവസാനം ആമവട്ട പൊരിച്ച് നിന്നിട്ട് അവിടുന്ന് പോയത്. പിന്നെ 70 വർഷം കോൺഗ്രസ് ഭരിച്ചു, പിന്നെ 11 എയിംസ് കിട്ടി, 11 വർഷം പിന്നെ BJP ഭരിച്ചു, ഇപ്പൊ 2 എയിംസ് വന്നു, ഈ തൃശ്ശൂരും തിരുവനന്തപുരത്തും. ഇനി ആലപ്പുഴ അടുത്ത പ്രാവശ്യം വരും. ഈ കേരളത്തിന് ഇതേ ഉള്ളൂ. ആശമാര് കേന്ദ്രത്തിന്റെ ജോലിക്കാരാ, അവർക്ക് 2000 രൂപ കൊടുത്ത് പിണറായി വിജയൻ ഒറ്റ പൈസ കൂട്ടിയിട്ടില്ല. പിന്നെ തൊഴിലുറപ്പുകാരുടെ പൈസ വെട്ടി. ഇതാണ് കേന്ദ്രം തരുന്നത്. 100 രൂപ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് 17 പൈസ കേരളത്തിൽ കൊടുക്കുന്നത്. ഈ പൈസ കൊണ്ടുവന്ന് നിർത്തിക്കണം. നമുക്ക് എന്തിനാ കേന്ദ്രവുമായിട്ട് കൂട്ടുകൂടുന്ന ആവശ്യം എന്താ? നമുക്ക് നമ്മുടെ തന്നെ ഡെവലപ്മെന്റ് നടത്താം. കേന്ദ്രം തന്നിട്ടുണ്ടല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വളരെ നന്നായി നടക്കുന്നില്ല. അങ്ങനെ കടമിടമൊക്കെ വാങ്ങിച്ചാലും എങ്ങനെയും ഒക്കെ ഓടിക്കുന്നില്ലേ? ഈ ഇതുപോലത്തെ ഒരു കേന്ദ്ര ഗവൺമെന്റ് എല്ലാവരും കൂടെ കൂടി വായും പൊളിച്ചിരിക്കുക. അതുകൊണ്ട് തിരുവനന്തപുരത്തെ മേയറോട് പറഞ്ഞു പോയി പട്ടിയെ പിടിക്കാൻ. അയാൾ അത് ചെയ്യുന്നുണ്ട്. ഏതായാലും ഓക്കെ സാറേ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. 2 സർക്കാരും കേരളത്തിലെ ജനങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ ഈ ന്യൂസ് 18 ചാനലിനകത്ത് എഴുതി വരുന്നുണ്ട്, കേരളത്തില് കോൺഗ്രസ് കൊടുത്തതിനേക്കാൾ 10 ഇരട്ടി ഞങ്ങൾ കൊടുത്തെന്ന് പറയുന്നു. അന്ന് പെട്രോളിന് എത്ര രൂപ വിലയുണ്ടായിരുന്നു? അന്ന് ഗ്യാസ് സിലിണ്ടറിന് എത്ര രൂപ വിലയുണ്ടായിരുന്നു? ഇന്ന് റബ്ബർ കർഷകർക്ക് ഇവിടെ എത്ര രൂപ വിലയുണ്ട്? അന്ന് കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്ന സമയത്ത് 300 രൂപ വിലയുണ്ടായിരുന്നു. ഇന്ന് 150 രൂപ. 15 വർഷം കൊണ്ട് അവരവിടെ കയറിയിട്ട് കേരളത്തിന് എന്ത് ചെയ്തു? ശബരി റെയിൽവേ പാത ഇപ്പം വേണ്ട തറക്കല്ലിടാൻ പോകുന്നൊക്കെ പറയാൻ കേട്ടു. ഇതൊക്കെ ഏത് കാലത്ത് വരും? എയിംസ് ഇതുവരെ കൊണ്ടുവന്നു. വികസനമാണ് ഇവിടെ വേണ്ടി. ഇവിടെ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മത്സരമാണ്. ശരി, ശ്രീ ഹാരിസ് ആണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഹാരിസ്, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് ഈ ബഡ്ജറ്റ് ശരിക്കും പറഞ്ഞാല് മനസ്സിലാവുന്നില്ല. കേരളം എന്താ ഇന്ത്യയിലല്ലേ? BJP-യുടെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ പറയുന്നുണ്ടായി, ഇത് ഭയങ്കര ഒരു സംഭവമാണ്, നിങ്ങൾക്ക് മനസ്സിലാവാണ്ടാണ്, സംസ്ഥാന സർക്കാർ നടപ്പിൽ വരുത്തുവോ എന്നൊക്കെ ഇപ്പോൾ കുറച്ച് മുമ്പ് കൂടി നമ്മുടെ BJP പ്രസിഡന്റ് പറഞ്ഞോളൂ. എനിക്ക് മനസ്സിലാവാത്തത്
എന്താണ് മനസ്സിലാവാത്തത്? എന്താ സംഭവം? ഇത് എന്ത് ബഡ്ജറ്റാണത്? കേരളത്തിന് എന്തോരം ആവശ്യങ്ങളുണ്ട് ഇല്ല? 29 ആവശ്യങ്ങളാണ് കേരളം ആവശ്യപ്പെട്ടത്. അതിൽ എത്രയാണ് നമുക്ക് കിട്ടി? നമുക്ക് ആമയെ ഇന്നലെ മുതൽ ട്രോളാണ്. ആമ ഇല്ലേ? വേണം, ആമനെ സംരക്ഷിക്കണം, ഇല്ല പറയുന്നില്ല. പക്ഷേ അതിനേലും ഗൗരവതരമായിട്ടുള്ള വേറെ ഒരുപാട് കാര്യങ്ങളില്ലേ? നമ്മൾ എത്ര വർഷമായി എയിംസിന് വേണ്ടി ട്രൈ ചെയ്യുന്നു? സുരേഷ് ഗോപി MP എത്ര ട്രൈ ചെയ്യുന്നു? പാവം പുള്ളി പോലും ഇപ്പോൾ ട്രോളിൽ പെട്ടെടുക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ BJP നേതാക്കൾ പോലും ഈ ബഡ്ജറ്റിനെ വളരെ ലാഘവത്തോടെ കാണുന്നത് വളരെ വളരെ ദൗർഭാഗ്യകരം എന്നതിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ഷനെ അവര് ഫേസ് ചെയ്യാൻ പോവല്ലേ? 2 മാസം 3 മാസം കഴിഞ്ഞ ഇലക്ഷനാണ്. എങ്ങനെ ഫേസ് ചെയ്യും ജനങ്ങളെ? എന്തിനും ജനങ്ങളെ ഫേസ് ചെയ്യുന്നു? അണികളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അപ്പോ വളരെ വളരെ ദൗർഭാഗ്യകരം, വേറെ ഒന്നും പറയാനില്ല. ശരി, ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, കേരളത്തിലെ BJP നേതാക്കൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി വന്നതല്ലേ, തിരുവനന്തപുരം കിട്ടിയതല്ലേ, നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ, കേരളത്തെ പരിഗണിക്കുമെന്ന്. യഥാർത്ഥത്തിൽ കേരളത്തെ അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം BJP കേന്ദ്ര നേതൃത്വം കാണുന്നില്ലേ? നമസ്കാരം. BJP-കാരിലെ ബജറ്റ് വരുന്ന സമയത്ത് ഈ നാട്ടുമ്പുറത്തൊക്കെ ഈ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് വലിയ സ്ക്രീനൊക്കെ വെച്ച് ആൾക്കാർ തടിച്ചുകൂടിയിരിക്കും, ആവേശത്തോടെ വലിയ ഗോളടിയൊക്കെ കാണാൻ വേണ്ടി. ഏതാണ്ട് അതുപോലെ ഇരുന്ന് അവസാനം വിവരണമായ മുഖത്തോടെ ജാള്യതയോടെ എഴുന്നേറ്റ് പോകേണ്ടി ഗതികേടാണ് BJP-കാർക്ക് പറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ നമ്മുടെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ കുറച്ചു നേരമായിട്ടിരുന്ന് ഉടക്കിയല്ലോ, ഞാനത് കേട്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് അധികം ചൊറിയേണ്ടെന്നല്ലേ പറഞ്ഞത്. എങ്ങനെ ചൊറിയാതിരിക്കും? ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ സൂചികകളെല്ലാം ലോക നിലവാരത്തിൽ നിന്ന് എത്രയോ താഴേക്ക് പോയി. അതായത് പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനത്തില് ഇന്ത്യയുടെ സ്ഥാനം 143 അത് മോഡി ഭരണത്തിലല്ലേ? മോഡി അധികാരത്തിൽ കയറിയപ്പം രൂപയുടെ മൂല്യം 55 മറ്റോ ആയിരുന്നു. ഇപ്പൊ അത് 92 പതനത്തിലേക്ക് പോയില്ലേ? അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ സമയത്ത് മോദി എന്തായിരുന്നു പറഞ്ഞത്? മൻമോഹൻ സിംഗിനെ എന്താ പറഞ്ഞത്? ഞാനിപ്പോ മൻമോഹൻ സിംഗ് കോൺഗ്രസ് ആളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ലെങ്കിലും അന്ന് വളരെ മോശമായിട്ടല്ലേ പറഞ്ഞത്. അപ്പൊ മോദിയെ അതിൽ മോശമായിട്ട് പറയേണ്ട അവസ്ഥയല്ലേ ഇപ്പോൾ ഉള്ളത്? അതുപോലെ ലോകത്തിലെ ഏറ്റവും അധികം പട്ടിണിക്കാരുള്ള രാജ്യങ്ങളില് 5 രാജ്യങ്ങളില് അതിലൊന്ന് ഇന്ത്യയാണ്. അതാണ് ഇന്ത്യയുടെ അവസ്ഥ. അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതില് ലോകത്തിലെ രാജ്യങ്ങളില് ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്ട് 111 ഇത്രയ്ക്ക് മോശമായൊരു ഭരണം നടത്തുമ്പോ അവര് BJP എന്തോ ഒപ്പുന ചെയ്തു എന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. പിന്നെ കേരളത്തിനോടുള്ള അവഗണനയുടെ കാര്യം, കേരളത്തിനോടുള്ള അവഗണന എന്ന് പറഞ്ഞാല് ഈ ആമയ്ക്കുള്ള പൈസ കിട്ടിയത് എങ്ങനെ? വെറുതെ കിട്ടിയതല്ല. അത് ഏതോ ഒരു കയറ്റുമതി വിഷയത്തില് അമേരിക്കയില് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം മോശം, ഇതുപോലെ ഈ ആമകളെ സംരക്ഷണം മോശം എന്തോ ഒരു കമന്റ് വന്നപ്പോ ആ ട്രംപിനെ അമേരിക്കയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആമക്ക പരിപാടി. അല്ലാതെ പ്രത്യേകിച്ച് അവർക്ക് ആമയോട് പ്രേമമൊന്നും ഉണ്ടായിട്ട് ചെയ്ത കാര്യങ്ങളുമല്ല. അതുപോലെ ആശമാർക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയൊക്കെ അവിടെ പോയി ഡാൻസ് ചെയ്തല്ലോ ആശമാരുടെ സമരത്തില്. അവർക്ക് 1 രൂപയെങ്കിലും കൊടുത്തോ? കേരളമല്ലേ 1000-ൽ നിന്ന് 9000 ആക്കി കൊടുത്തത്? ഇല്ലേ? ഇവർക്ക് നാണമെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അത്രയ്ക്ക് മോശമാണ് ഇവര്. കേരളീയരെല്ലാം ഒന്നിച്ചു നിൽക്കുകയും ഞാൻ വിചാരിച്ച കേരളത്തിലെ ഈ ബജറ്റിനെതിരെ ഒരു ഹർത്താലെങ്കിലും പ്രഖ്യാപിക്കുമെന്നായിരുന്നു. കേരളീയരെല്ലാം ഒന്നിച്ചു നിൽക്കുകയും ഈ BJP-കാർക്ക് ഓരോ വോട്ട് പോലും കൊടുക്കാതിരിക്കുന്ന ഹർത്താൽ പ്രഖ്യാപിക്കേണ്ടത് അവരല്ലല്ലോ. അങ്ങനെ ഹർത്താൽ പ്രഖ്യാപിക്കണം വേണ്ട എന്നൊക്കെയുള്ള മറ്റു കാര്യം. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ ജി കുമാറാണ്, പാലക്കാട് നിന്ന്. ശ്രീ ജി കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ, ഇതിന് മുന്നേ സംസാരിച്ച കൃഷ്ണൻകുട്ടി ചേട്ടനോട് 1000 നമസ്കാരം. എന്തായാലും സമ്മതിച്ചു, മൂപ്പരുടെ കണക്ക് കൂട്ടലെല്ലാം ഭയങ്കര സമ്മതിച്ചു. എനിക്ക് അത് അദ്ദേഹം കേൾക്കുന്നുണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് 1.92% ഉണ്ടായിരുന്ന ഇത് 14ാം ധനകാര്യ കമ്മീഷൻ കൊടുത്തത് 15ാം ധനകാര്യ കമ്മീഷൻ ഇപ്പൊ 2.38 ആവുമ്പോൾ ഉണ്ടാവുന്ന നേട്ടം കേരളത്തിൽ കിരണേ കിട്ടുന്നത് ശ്രീ ജി കുമാർ, അതിനു മുമ്പുള്ള 2 ധനകാര്യ കമ്മീഷൻ മുമ്പ് കേരളത്തിന് എത്രയായിരുന്നു എന്നത് കൂടി താങ്കൾ ഇപ്പോൾ എടുത്ത ചാർട്ടിൽ ഉണ്ടാവും. ആ ചാർട്ടിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അന്ന് 3 പോയിന്റ് എത്രയായിരുന്നു? 8.9 എത്രയായിരുന്നു? 3.98 ആ 3.98 ഉള്ള സ്ഥാനത്ത് നിന്നാണ് ഇന്നിപ്പോൾ 1 പോയിന്റ് ഇതിൽ നിന്ന് കുറച്ച് 10 രൂപ തന്ന സ്ഥാനത്ത് 2 രൂപ വെട്ടിക്കുറച്ചിട്ട് അത് 2.5 രൂപയാക്കി കൂട്ടിയിട്ട് അതൊരു നേട്ടമാണെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? അല്ല, സംസാരിക്കുമ്പോ അത് തടസ്സപ്പെടുത്തി സംസാരിക്കുന്നത് ഇത് പറയാൻ പാടില്ല. താങ്കൾ പറഞ്ഞോളൂ. തടസ്സപ്പെടുത്താൻ വേണ്ടി വാദമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല.
3.98 നിന്ന് എങ്ങനെയാണ് 1.92 എത്തിയത് എന്നുള്ളത് പറയാൻ കിരൺ സമ്മതിക്കുന്നില്ല. പറഞ്ഞോളൂ. ബാലകൃഷ്ണൻ പറഞ്ഞത് പറയുന്നവരെ പറയാൻ സമ്മതിക്കുമെന്ന് താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ അതിന്റെ ഇടയിൽ കിരൺ വന്ന് സംസാരിക്കുകയാണ്. ഞാൻ പറയുന്നതല്ല കേൾക്കുന്നത്, കിരൺ പറയുന്നത് കേൾക്കുന്നത്. പറഞ്ഞോളൂ ശ്രീകുമാർ. അങ്ങനെ അഭിപ്രായം ഉണ്ടെന്നൊരു അഭിപ്രായം എനിക്കില്ല. അതായത് 3.98 നിന്ന് 14 ധനകാര്യ കമ്മീഷൻ 3.98 നിന്ന് 1.92 ആയത് നമ്മുടെ ജനസംഖ്യ അടിസ്ഥാന പ്രകാരമാണ് അല്ലേ? ജനസംഖ്യ അടിസ്ഥാന പ്രകാരം 1.92 ശ്രീകുമാർ ഇടയ്ക്ക് ചോദിക്കുകയാണെന്ന് കരുതരുത്. ജനസംഖ്യ കുറയ്ക്കണമെന്ന് ഔദ്യോഗികമായി നയമെടുത്തത് ആരാണ്? ആണല്ലോ. കേന്ദ്ര സർക്കാർ എടുത്ത നയം നമ്മൾ കേട്ടു. നമ്മൾ ജനസംഖ്യ കുറച്ചതുകൊണ്ട് നമുക്ക് വിഹിതമില്ല. അത് ഉത്തർപ്രദേശുകാർ കേട്ടില്ല. ഉത്തർപ്രദേശ് ജനസംഖ്യ കൂടി, അതുകൊണ്ട് അവർക്ക് കൂടുതൽ വിഹിതം. ഇതെന്ത് ന്യായമാണ്? ഇത് പറയുന്നത് കേൾക്കൂ. അതിന്റെ ഇടയിൽ കിരൺ ഇടപെട്ടു. അതെന്തായത് ജനസംഖ്യാ നിയന്ത്രണം പോസിറ്റീവായി കണക്കെടുത്തുകൊണ്ടാണ് ജനസംഖ്യാ നിയന്ത്രണത്തിന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായി കണ്ടിട്ടാണ്. അതേമാതിരി തന്നെ ഉയർന്ന വിദ്യാഭ്യാസം ആ നിലയിലും ആരോഗ്യ നിലവാരത്തിലും കേരളത്തിന്റെ നിലവാരം കണ്ടുകൊണ്ട് തന്നെയാണ് 1.92 ഇരുന്ന് 2.38 ആക്കിയത്. 2.38 എന്ന് പറയുമ്പോൾ 1.9 2.3 എന്ന് പറയുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ശതമാനം നിങ്ങൾക്ക് കാണുള്ളൂ. ശരി, ഓക്കെ. എന്തായാലും താങ്കളെ പറഞ്ഞ കണക്കുകളൊക്കെ ശരിയാണ്. പക്ഷെ ആ കണക്കുകൾ എങ്ങനെയാണ് വന്നത് എന്നതോടും ഒപ്പം ഗ്രാന്റ് വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. അതോടൊപ്പം തന്നെ കേന്ദ്ര പദ്ധതികൾ കേരളത്തിലെ സംസ്ഥാനങ്ങൾ നടപ്പാക്കിയിരുന്നത് 90-10% അതിപ്പോൾ 60-40% എന്നത് കൂടി ആലോചിക്കണം. അതെ, 12,000 കോടിയല്ലേ കിരൺ സാർ? പറയാൻ സമ്മതിക്കുന്നില്ല. പറയാൻ സമ്മതിക്കാപ്പൊ ഞാൻ പറയുന്ന ആരും കേൾക്കരുതെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നു. അപ്പൊ 12,000 കോടി പെർ ഇയർ എന്ന് പറയുമ്പോൾ 5 വർഷത്തിന് തുടർന്ന് കിട്ടുന്നതാണ്. ഇത് കമ്മിയാവാൻ പോകുന്നില്ല. 5 കൊല്ലത്തിന് 60,000 കോടിയല്ലേ കേരളത്തിനല്ലേ കിട്ടുന്നത്? ഇത് 350 കോടി കശുവണ്ടി മറ്റ് 350 കോടി നീക്കി വെച്ചിട്ടുണ്ട്. താങ്കളെ പറഞ്ഞത് എന്തായാലും പ്രേക്ഷകർ കേട്ടിട്ടുണ്ട്. പ്രേക്ഷകർക്കും തീരുമാനിക്കാം ഏതാണ് ശരി തെറ്റ് എന്നൊക്കെ. താങ്കൾ പറഞ്ഞത് കേട്ടില്ല എന്നുള്ള പരാതി എന്തായാലും പരിഹരിച്ചിട്ടുണ്ട്. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നും. ശ്രീ പ്രദീപ്, ഈ കേരളത്തിൽ യഥാർത്ഥത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് BJP കേരള നേതാക്കളാണ്. അവരിന്നലെ പ്രത്യേകിച്ച് അവിടെ ഉത്സവം കാണുന്ന പോലെ എല്ലാവരെയും വന്ന് നേതാക്കളെല്ലാം നിരന്നിരുന്ന് വലിയ സ്ക്രീനിലൊക്കെ ഇത് കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം പ്രതികരിക്കാമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ അവരുടെ തലക്കിട്ടാണ് യഥാർത്ഥത്തിൽ ഈ നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് പ്രസംഗത്തിൻ്റെ അടി കിട്ടിയത്. നമസ്കാരം കിരൺ. നമസ്കാരം. ഈ മണിമലയെ പോലെയുള്ളവർക്ക് ഗീർവാണം അടിക്കാൻ കൊടുക്കുന്ന സമയം എനിക്കും തരുമോ? ഗീർവാണമല്ല മണിമല പറഞ്ഞത്. അദ്ദേഹം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചാൽ താങ്കൾക്ക് സമയം തരുന്നതിന് യാതൊരു തടസ്സവുമില്ല. ചാനലിൽ ഉടനീളം താങ്കളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ താങ്കൾക്ക് ഒരു പ്രത്യേക അജണ്ടയുണ്ട്. എനിക്ക് അജണ്ട ഉണ്ടോ ഇല്ലെങ്കിൽ ആ അജണ്ടയ്ക്ക് എതിരായിട്ടുള്ള കാര്യം താങ്കൾ പറഞ്ഞോളൂ. താങ്കൾക്ക് അതുണ്ട്. താങ്കളോട് എത്രയോ പറഞ്ഞോളൂ. താങ്കൾ പറയാൻ ഇടയ്ക്ക് വിടൂലല്ലോ. ആരും ഈ താങ്കളുടെ ആ രാഷ്ട്രീയത്തിനെതിരായിട്ട് ആര് സംസാരിക്കാൻ വന്നാലും താങ്കൾ മറ്റേ കമ്പിട്ട് കുത്തം പോലെ കുത്തും. ഞങ്ങൾ പറയണത് താങ്കൾ കേൾക്കും. ഇല്ലെങ്കിൽ താങ്കൾ എന്തിനാണ് ഈ പരിപാടി നടത്തുന്നത്? താങ്കൾ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. താങ്കൾ ഇത്ര BJP വിരുദ്ധതയും കേന്ദ്ര വിരുദ്ധതയും വെച്ചാൽ ഈ ബജറ്റ് എന്താണ് കുഴപ്പം? നിങ്ങൾ എന്താണ് ആവശ്യപ്പെട്ടത്? ഈ ബജറ്റ് കേരളത്തിൽ നിങ്ങൾ എയിംസ് ആവശ്യപ്പെട്ടോ? നിങ്ങൾ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ ആവശ്യപ്പെട്ടോ? നിങ്ങൾ ആവശ്യപ്പെട്ടോ ബുള്ളറ്റ്? പറ. നിങ്ങളുടെ മന്ത്രി ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടത് കേരളയിലാണ്. കേരളയിൽ വേണ്ടവർക്ക് കേരളയിലുമായിട്ടുള്ള ബന്ധം തരും. പിന്നെ ഇത്രയും 12,500 കോടി രൂപയാണ് കേരളത്തിനും. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുത്തോ? ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ കുത്തിയിരുന്ന് കണ്ടതാ ഈ പരിപാടി. ഇത്രയും നല്ലൊരു ബജറ്റ് ഇന്ത്യക്ക് വികസിക്കാൻ വേണ്ടി, ഇന്ത്യ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രോബ്ലവും സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി സർക്കാർ കഴിയുന്നത്ര പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നിങ്ങളത് അപ്രീഷിയേറ്റ് ചെയ്യാതെ നിങ്ങൾ താങ്കളുടെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പറഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കളുടെ ഒന്നാമത്തെ പോയിന്റ് മുതൽ തെറ്റായ വിവരങ്ങളാണ് താങ്കൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഇടപെടാതിരുന്നതാണ്. താങ്കൾ തെറ്റുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊള്ളട്ടെ. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും കേരള സർക്കാർ കൊടുത്ത ആവശ്യങ്ങളെക്കുറിച്ച് കൃത്യമായി വന്നിട്ടുണ്ട്. താങ്കൾ അത് വായിക്കാത്ത ആളല്ല എന്നെനിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം. കേരളയിൽ പദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കേരളത്തിന് ഹൈസ്പീഡ് റെയിൽ ഇല്ലാത്തത് എന്നൊക്കെ പറയുന്ന വാദത്തിനെ ശുദ്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ടത്തരം എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. അങ്ങനെ ഒരു വിശദീകരണം ആദ്യമായിട്ടാണ് ഞാൻ ഒരാളിൽ നിന്ന് കേൾക്കുന്നത്. താങ്കൾ പറയുമ്പോൾ ഇടയ്ക്ക് ഇടപെടേണ്ടി വരുന്നത് ഇത്തരം കള്ളങ്ങൾ ആവർത്തിച്ച് താങ്കൾ പറയുന്നത് കൊണ്ട് മാത്രമാണ്. അല്ല, താങ്കൾക്ക് ബുള്ളറ്റ് ട്രെയിൻ വേണോ? നിങ്ങൾ ആവശ്യപ്പെടൂ. ഇനി വേറെ ഒന്നും വേണ്ട. താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഒരു കാര്യം പറയുമ്പോൾ താങ്കളുടെ മുന്നിലും എല്ലാം ഇല്ലേ കേരളം കേരളം എന്തെല്ലാം ആവശ്യങ്ങളാണ് കൊടുത്തെന്നുള്ളത് അക്കമിട്ട് എല്ലാ പത്രങ്ങളിലും. ഇനി ചാനലുകൾ നോക്കണ്ട. താങ്കൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ രാവിലത്തെ പത്രം എടുത്ത് നോക്കിയാൽ മതി. പത്രമല്ലേ താങ്കൾക്ക് ഇന്റർനെറ്റ് കിട്ടുമല്ലോ. അതെടുത്ത് നോക്കിയാൽ അതിനകത്ത് 1, 2, 3, 4 പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ കൃത്യമായി വായിക്കാം. അത് ആദ്യം വായിക്കൂ.
താങ്കൾ ഉൾപ്പെടെ പാർട്ടി അനുഭാവികൾ പറഞ്ഞത് ഞാൻ ഉൾപ്പെടെ പാർട്ടി അനുഭാവികളോ അല്ലാത്തവരുമല്ല. താങ്കൾ കള്ളം പറയുന്നു. കേരളം ആവശ്യപ്പെട്ടിട്ടില്ല എയിംസ് എന്ന് പറയുന്നു. കേരളം അതിവേഗതയിൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. കേരളം ഈ ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. കേരളം ആവശ്യപ്പെട്ടത് കേരളയിലാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തരാത്തതെന്നൊക്കെ വിചിത്ര ന്യായം പറഞ്ഞാൽ പിന്നെ ഇതിനെന്താ പറയേണ്ടത്? ഈ ബജറ്റിൽ എയിംസ് കൊണ്ടുവരുന്നത് താങ്കളോട് പറഞ്ഞോ? ഈ ബജറ്റിൽ കേരളത്തിൽ എന്താണുള്ളത് പറ? എന്തോന്ന് കേരളത്തിൽ ഈ ബജറ്റ് കേരളത്തിന് ഏത് ആവശ്യമാണ് അംഗീകരിച്ചത്? മറ്റുള്ള സംസ്ഥാനത്ത് എന്താണുള്ളത്? മറ്റുള്ള സംസ്ഥാനം താങ്കൾ ബജറ്റ് വായിച്ചു നോക്കോ? 7 ഹൈസ്പീഡ് റെയിൽ പ്രഖ്യാപിച്ചത് താങ്കൾ കണ്ടോ? ഞാൻ വായിച്ചു. താങ്കൾ വായിച്ചില്ല. 7 ഹൈസ്പീഡ് റെയിൽ പ്രഖ്യാപിച്ചത് താങ്കൾ കണ്ടോ? ആ സംസ്ഥാനങ്ങൾക്കല്ലേ കൊടുത്തത്? എന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് കാര്യമില്ല. താങ്കൾ ഇത്തരം വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ വ്യാജ വിവരങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഇടപെടുന്നത്. നിങ്ങൾ പിന്നെ ഭയങ്കര സത്യസന്ധനാണ്. ഞാൻ പറയുന്നത് സത്യമല്ലെന്ന് താങ്കൾ പറയാമല്ലോ. നിങ്ങൾ ക്യാപ്സ്യൂൾ വിഴുങ്ങിക്കൊണ്ടിരിക്കണം. താങ്കൾ ക്യാപ്സ്യൂൾ വിഴുങ്ങുന്നത് താങ്കളുടേതാണ്. തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞ. 6 വാചകത്തിൽ 5 വാചകം തെറ്റ്. പിന്നെ എങ്ങനെയാണ്? എന്ത് വേണമെങ്കിലും താങ്കൾ പറഞ്ഞു. ശ്രീ പ്രദീപ്, എന്നാൽ ഞങ്ങളുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. നിരന്തരം ഇങ്ങനെ പരാതി ഉന്നയിക്കുന്നവർക്കെല്ലാം ഇന്ന് അതുകൊണ്ടാണ് അത്രക്കാർക്കൊക്കെ സമയം കൊടുത്തത്. അവർ ആദ്യം തന്നെ പറയും അവർ പറയുന്നത് തെറ്റ്. ഇപ്പോൾ പ്രദീപ് പറഞ്ഞതിന് ഇടപെടേണ്ടി വരുന്നത് അങ്ങനെയാണ്. പ്രദീപ് ആദ്യം തന്നെ പറഞ്ഞ കേരളം ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. കേരളം ആവശ്യം ഉന്നയിച്ച വിവരം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വന്നതാണ്. കേരളത്തിൽ ബജറ്റിന് തലേന്ന് എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും എല്ലാ ഓൺലൈനുകളും കൊടുത്താണ് കേരളം ഇന്ന ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ഇന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചതിൽ ഇന്നൊന്നും കിട്ടിയില്ല. ഇതെല്ലാം വളരെ വിശദമായി തന്നെ തൊട്ട് മുന്നത്തെ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളിലുണ്ട്. അതെല്ലാം എല്ലാവർക്കും ലഭ്യമാണ്. അങ്ങനെയുള്ള അതെല്ലാം വായിക്കുകയും അറിയുകയും ചെയ്യുന്ന മനുഷ്യരോട് വന്ന് കേരളം അങ്ങനെ ആവശ്യം ഉന്നയിക്കാത്തതുകൊണ്ടാണ് കൊടുക്കാത്തതെന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായും ഇത്തരം കള്ളങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാൽ ഇവർക്ക് സമയം കൊടുക്കാൻ പ്രയാസം ഉണ്ടാവും. അവരോട് എതിർത്ത് പറയേണ്ടി വരും. സമയം കൂടുതൽ നഷ്ടപ്പെടുകയും ചെയ്യും. അതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഈ വിഷയത്തിൽ പൊതുവായി ഉയർന്ന അഭിപ്രായം കേരളത്തിൻ്റെ ഇത്തരം ആവശ്യങ്ങൾക്ക് മേൽ കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് അല്ലെങ്കിൽ ആ പരിഗണന നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞവരുമൊക്കെ ഉണ്ട്. രാഷ്ട്രീയമായി BJPക്ക് നേട്ടമില്ല എന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ BJPക്ക് നേട്ടം ഉണ്ടാവാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ BJPക്ക് കൂടുതൽ സീറ്റ് കൊടുത്താൽ ചിലപ്പോൾ കിട്ടിയേക്കും എന്നൊക്കെ പലതരത്തിൽ അഭിപ്രായം പ്രകടനങ്ങൾ പറഞ്ഞവരുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ അതനുസരിച്ച് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞവരുമൊക്കെ ഉണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.